1977 ഒക്ടോബർ 22 അമേരിക്കയുടെ പടിഞ്ഞാറൻ സ്റ്റേറ്റുകളിലൊന്നായ ഒഹായോയിലെ പ്രസിദ്ധമായ ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. അന്നേ ദിവസം പകൽ യൂണിവേഴ്സിറ്റി പോലീസ് സ്റ്റേഷനിലെ ചീഫായ ജോൺ ക്ലെബർഗ് യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ കോളേജ് പരിസരങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുന്നു. ജീപ്പുകളിലും കാൽനടയായുമെല്ലാം സായുധരായ പോലീസുകാരുടെ പട്രോളിംഗ് ശക്തമാക്കുന്നു. ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ആരും തന്നെ ആ പരിസരങ്ങളിലൂടെ, വിശേഷിച്ചും ആൾപെരുമാറ്റമില്ലാത്ത വഴികളിലൂടെ തനിച്ചു നടന്നു പോകരുത് എന്ന് കർശനമായ നിർദ്ദേശം പുറപ്പെടുവിക്കുന്നു. നടന്നു പോകുന്നവർക്ക് മാത്രമല്ല, കാറിൽ വന്നു പോകുന്ന പെൺകുട്ടികൾക്കും കിട്ടി പോലീസിന്റെ പ്രത്യേക മുന്നറിയിപ്പ്. വാഹനത്തിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പ്രത്യേക ശ്രദ്ധ വേണം. അപരിചിതരായിട്ടുള്ള പുരുഷന്മാർ സമീപിക്കുന്നുണ്ടോ എന്ന് ചുറ്റും നോക്കി ഉറപ്പുവരുത്തണം. പരിചയമില്ലാത്ത ഒരാൾക്കും ലിഫ്റ്റ് കൊടുക്കരുത്. സമ്മതമില്ലാതെ അജ്ഞാത കാറിലേക്ക് അതിക്രമിച്ച് കയറാനുള്ള സാഹചര്യം അവധാനത കുറവ് കൊണ്ട് ഉണ്ടാക്കരുത് എന്നിങ്ങനെ പോയി പോലീസിന്റെ നിർദ്ദേശങ്ങൾ. അങ്ങനെയൊരു ഹൈ അലർട്ട് പോലീസ് ചുമ്മാ പുറപ്പെടുവിച്ചതായിരുന്നില്ല. കഴിഞ്ഞ 8 ദിവസത്തിനുള്ളിൽ രാവിലെ 7-നും 8-നും ഇടയിൽ ക്യാമ്പസിനുള്ളിൽ നിന്ന് ഗൺ പോയിന്റിൽ തട്ടിക്കൊണ്ടുപോയി ആളില്ലാത്തിടത്ത് വെച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ടിരിക്കുന്നത് 2 യുവതികളാണ്. അതിക്രമത്തിനിരയായ ഈ 2 കുട്ടികളുടെയും പേരുവിവരങ്ങൾ പോലീസ് രേഖകൾ പ്രകാരം ഇങ്ങനെയാണ്. വ്യക്തി നമ്പർ 1 കാരി ഡ്രയർ എന്ന 25-കാരിയായ ഒരു ഒപ്റ്റോമെട്രി വിദ്യാർത്ഥിനി. വ്യക്തി നമ്പർ 2 24-കാരിയായ ഡോണ വെസ്റ്റ് എന്ന നഴ്സ്. രണ്ടുപേരെയും അക്രമി സമീപിച്ചിരിക്കുന്നത് യൂണിവേഴ്സിറ്റി പാർക്കിംഗ് ലോട്ടിൽ അവരവരുടെ കാറിൽ ഇരിക്കുമ്പോഴാണ്. വളരെ സ്വാഭാവികമെന്നോണം കാറിനടുത്തേക്ക് വരിക, എന്തെങ്കിലും സംഭാഷണം തുടങ്ങി വെക്കുക, ശേഷം ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന നേരത്ത് തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുക, കൈവിലങ്ങ് കൊണ്ട് ബന്ധിച്ച് ആളൊഴിഞ്ഞ് കാടുപിടിച്ചു കിടക്കുന്ന ഇടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം ബലാത്സംഗം ചെയ്യുക. ഇതായിരുന്നു 2 കേസിലെയും അക്രമിയുടെ മോഡസ് ഓപ്പറാൻഡി. ഇരുവരെയും ഉപദ്രവിച്ച ശേഷം അക്രമി അവരെ കൊണ്ട് ഓരോ ക്യാഷ് ചെക്കും എഴുതിപ്പിച്ച് പണം പിൻവലിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഫലത്തിൽ റേപ്പ് ആൻഡ് റോബറിയാണ് നടന്നിരിക്കുന്നത്. അതും ഒന്നല്ല, ഒരാഴ്ചത്തെ ഗ്യാപ്പിൽ 2 വട്ടം. ഈ 2 ഇരകളിൽ നിന്നും ശേഖരിച്ച മുഖലക്ഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കി. പ്രതിയുടെ മഗ്ഷോട്ട് ഇമേജുകൾ സഹിതം വാണ്ടഡ് പരസ്യങ്ങൾ പ്രാദേശിക പത്രങ്ങളിൽ 1-ലധികം വട്ടം പ്രസിദ്ധീകരിച്ചു. ആ പരസ്യങ്ങൾ കണ്ട് പലരും പോലീസിനെ വിളിച്ചു. പ്രതിയെക്കുറിച്ച് എന്ന മറ്റുള്ള രഹസ്യ വിവരങ്ങൾ പലരും പോലീസിന് കൈമാറിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. ആ കാപാലികൻ പോലീസിന്റെ വലയിൽ വീഴാതെ വഴുതി മാറിക്കൊണ്ടിരുന്നു. അതോടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഭീതിയുടെ മുൾമുനയിലായി. ഏതു നിമിഷം വേണമെങ്കിലും ആരും സമാനമായിട്ടുള്ള ഒരു അതിക്രമത്തിന് ഇരയാക്കപ്പെടാം എന്ന പ്രതീതി പരന്നു. ഒറ്റയ്ക്ക് നടന്നു പോകുന്ന വിദ്യാർത്ഥിനികളിൽ പലരും പലപ്പോഴും കരിയിലെ അനക്കങ്ങളും കാൽപെരുമാറ്റങ്ങളും കേട്ട് ഭയന്നു വിറച്ചു. ഒന്നിനു പിന്നാലെ ഒന്നായി 2 ബലാത്സംഗങ്ങൾ നടന്നിട്ടും പ്രതിയെ പിടികൂടാനാവാതിരുന്ന പോലീസിന്റെ കെടുകാര്യസ്ഥത വലിയ തോതിൽ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തി. സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥിനികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനാവാത്ത ഡിപ്പാർട്ട്മെന്റിനെതിരെ അന്ന് ക്യാമ്പസിൽ നെടുനെടുങ്ങൻ പ്രകടനങ്ങൾ നടന്നു. പിടികിട്ടാപ്പുള്ളി പരിവേഷം ആർജിച്ച ആ കുപ്രസിദ്ധനായ കുറ്റവാളിക്ക് ഒഹയോവിലെ പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും ചേർന്ന് പുതിയൊരു ചെല്ലപ്പേര് സമ്മാനിച്ചു: ദ ക്യാമ്പസ് റേപ്പിസ്റ്റ്. സർവകലാശാലയിലെ സകല യുവതികളുടെയും ഉറക്കവും സ്വൈരവും കെടുത്തിയ ക്യാമ്പസ് റേപ്പിസ്റ്റിനെ തിരഞ്ഞു എന്ന് ഒഹായോ പോലീസ് ചെന്നുപെട്ടത് അവർ അന്നുവരെ നേരിട്ടിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ്. അതിസമർത്ഥമായ അന്വേഷണത്തിലൂടെ പോലീസ് തെളിവ് സഹിതം പിടികൂടിയ പ്രതി കോടതി സമക്ഷം വെച്ചത് വളരെ വിചിത്രമായ ഒരു വാദമാണ്. തൻ്റെ മനസ്സിനുള്ളിൽ 1 അല്ല 2 അല്ല 24 അപര വ്യക്തിത്വങ്ങളുണ്ട്. ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തത് തൻ്റെ മനസ്സിൽ തൻ്റെ സമ്മതം കൂടാതെ കഴിഞ്ഞുകൂടുന്ന മറ്റൊരാളാണ്. ആ അപരൻ പ്രവർത്തിച്ചിട്ടുള്ള ഈ കുറ്റകൃത്യങ്ങളിൽ നിസ്സഹായനും നിരപരാധിയുമായ തങ്ങളുടെ കക്ഷിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം. ഫോറൻസിക് സൈക്കോളജിയും സൈക്കാട്രിക് എത്തിക്സും ഇൻസാനിറ്റി ഡിഫൻസും എല്ലാം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഈ കേസ് അമേരിക്കൻ ലീഗൽ ഹിസ്റ്ററിയിലെ തന്നെ നാഴികക്കല്ലായ വ്യവഹാരങ്ങളിലൊന്നാണ്. ബാല്യത്തിൽ ഉറ്റ ബന്ധുക്കളിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്ന ക്രൂര പീഡനങ്ങൾ പകർന്ന ആഘാതം ഒരു കൗമാരക്കാരൻ്റെ മനസ്സിനെ പല കഷ്ണങ്ങളായി പിളർത്തിയതിൻ്റെ കഥ. ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന ഗുരുതരമായ മാനസിക രോഗവും പേറി വളർന്നു വന്ന പയ്യൻ പിന്നീട് അമേരിക്കയിലാകെ ഭീതി പരത്തിയ ഒരു സീരിയൽ റേപ്പിസ്റ്റായി മാറിയതിൻ്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. തുടർച്ചയായ 2 ബലാത്സംഗങ്ങൾ, അതും ഒരേ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിൽ നടന്നത്
ഒഹായോയിലെ പത്രങ്ങളെയും ന്യൂസ് ചാനലുകളെയും എല്ലാം ഒരുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് നേരെ തിരിച്ചു. ഡിപ്പാർട്ട്മെൻറ്റിന് മേൽ സമ്മർദ്ദമേറി വന്നപ്പോൾ ചീഫ് ക്ലബർഗ് ആ മാൻഹണ്ടിൻ്റെ ചുമതല എലിയട്ട് ബോക്സർബം എന്ന മിടുക്കനായൊരു കുറ്റാന്വേഷകനെ തന്നെ ഏൽപ്പിച്ചു. 2 വ്യക്തിമുകളിൽ നിന്നും കിട്ടിയ രൂപവിവരണങ്ങളിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത 2 ഫോട്ടോഗ്രാഫിക് കോമ്പസൈറ്റുകൾ, അവരിൽ നിന്ന് കിട്ടിയ മറ്റ് സൂക്ഷ്മ വിവരങ്ങൾ, ഇതെല്ലാം വിരൽ ചൂണ്ടിയത് ഒരേ ഒരു സാധ്യതയിലേക്കാണ്. ദർ ഇസ് ഓൺലി എ സിംഗിൾ അസൈലൻറ്റ്. ഒരേ ഒരു വ്യക്തി തന്നെയാണ് ഈ 2 ബലാത്സംഗങ്ങളും ചെയ്തിട്ടുള്ളത്. 23 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ള ഒരു വൈറ്റ് അമേരിക്കൻ മെയിൽ. ഏകദേശം 175 പൗണ്ടിനും 185 പൗണ്ടിനും ഇടയിൽ ഭാരമുണ്ടാവണം. ബ്രൗൺ അല്ലെങ്കിൽ റെഡിഷ് ബ്രൗൺ തലമുടി. 2 കുറ്റകൃത്യങ്ങളും നടന്ന അവസരങ്ങളിൽ കുറ്റവാളി ധരിച്ചിരുന്നത് ഒരേ ഡ്രസ്സാണ്. ബ്രൗൺ ജോഗിംഗ് ടോപ്പ്, ജീൻസ്, വെള്ള ക്യാൻവാസ് ഷൂസ്. ആദ്യത്തെ ഇര കാരി ഡ്രയറിൽ നിന്ന് പോലീസിന് ചില വിവരങ്ങൾ കിട്ടി. അക്രമി കയ്യുറകൾ ധരിച്ചിരുന്നു. ഒരു റിവോൾവർ ചൂണ്ടി ഭീഷണിപ്പെടുത്തിയാണ് അവരെ അയാൾ കീഴ്പ്പെടുത്തിയിട്ടുള്ളത്. കാരി ഒരു ഒപ്റ്റോമെട്രി വിദ്യാർത്ഥിനി ആയിരുന്നതുകൊണ്ട് മറ്റുള്ളവർ ഒരുപക്ഷെ ശ്രദ്ധിക്കുമായിരുന്നില്ലാത്തൊരു നിരീക്ഷണവും അവളിൽ നിന്നുണ്ടായി. ഇടയ്ക്കിടയ്ക്ക് അയാളുടെ കണ്ണുകൾ ഒരു നിയന്ത്രണവും കൂടാതെ വശങ്ങളിലേക്ക് പാളിപ്പോകുന്നുണ്ട്. നിസ്റ്റാഗ്മസ് എന്നൊരു മെഡിക്കൽ കണ്ടീഷനാണ് അയാൾക്കുള്ളത് എന്ന് അവൾക്ക് മനസ്സിലായി. കാറിലേക്ക് അതിക്രമിച്ചു കയറി കൈവിലങ്ങുകൊണ്ട് കാറിൻ്റെ ഡോർ ഹാൻഡിലിൽ ബന്ധനസ്ഥയാക്കി കാർ ആളൊഴിഞ്ഞൊരിടത്തേക്ക് ഓടിച്ചു കൊണ്ടുപോയ ശേഷമാണ് അവൾക്ക് നേരെ അതിക്രമം നടന്നിട്ടുള്ളത്. എല്ലാം കഴിഞ്ഞൊടുവിൽ പറഞ്ഞു വിടുമ്പോൾ അവളെ ഭീഷണിപ്പെടുത്താനും അയാൾ മറന്നില്ല. പോലീസുകാർ വന്ന് ചോദിച്ചാൽ എന്നെപ്പറ്റി ഒരക്ഷരം മിണ്ടരുത്, ഞാൻ അങ്ങനെ വല്ലതും പത്രത്തിൽ എന്നെപ്പറ്റി കണ്ടാൽ നിനക്ക് പിന്നാലെ ഞാൻ ആളെ പറഞ്ഞേക്കും എന്നായിരുന്നു ഭീഷണി. രണ്ടാമത്തെ ഇര ഡോണ വെസ്റ്റിനോട് റേപ്പിസ്റ്റ് ഇടയ്ക്കെപ്പോഴോ ഫിൽ എന്നൊരു പേര് പറഞ്ഞിരുന്നു. ബ്രൗൺ ടിൻഡഡ് സൺഗ്ലാസ് ധരിച്ചിരുന്നതുകൊണ്ട് അയാളുടെ കണ്ണുകൾ അവർക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. നിർത്താതെ അസഭ്യം പറയുന്ന പ്രകൃതക്കാരനായിരുന്നു അക്രമി എന്നും ഡോണ പറഞ്ഞു. താനൊരു തീവ്രവാദ സംഘടനയിൽ അംഗമാണ് എന്നും അതേപ്പറ്റി പോലീസിനോട് വല്ലതും പറഞ്ഞാൽ കുടുംബത്ത് ബാക്കിയുള്ള പെൺകുട്ടികളെ കൊന്നുകളയും എന്നൊരു ഭീഷണി കൂടി അയാൾ അവളോട് നടത്തുകയുണ്ടായി. അതിനിടയ്ക്ക് ഈ കേസ് അന്വേഷിക്കാൻ സെക്ഷൽ അസോൾട്ട് സ്ക്വാഡിൽ നിന്ന് നിക്കി മില്ലർ എന്നൊരു വനിതാ ഡിറ്റക്റ്റീവ് നിയോഗിക്കപ്പെടുന്നു. അവർ തൻ്റെ വിശദമായ അന്വേഷണം തുടങ്ങാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പായി ക്യാമ്പസിൽ 3ാമതൊരു പെൺകുട്ടി കൂടി ബലാത്സംഗത്തിനിരയായി. ഇത്തവണ റേപ്പിസ്റ്റിന്റെ കെണിയിൽ ചെന്ന് പെട്ടത് പോളി ന്യൂട്ടൺ എന്ന 21-കാരിയായ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. തൻ്റെ അപ്പാർട്ട്മെന്റിന്റെ പിൻഭാഗത്തെ പാർക്കിംഗ് ഏരിയയിലേക്ക് ബോയ്ഫ്രണ്ടിന്റെ നീല കളർ കോർവെറ്റ് കാർ പാർക്ക് ചെയ്യാൻ പോയതായിരുന്നു പോളി. വണ്ടി നിർത്തി പുറത്തേക്കിറങ്ങി ലോക്ക് ചെയ്യുന്നതിന് മുമ്പായി അക്രമി അവളെ തോക്ക് ചൂണ്ടി വണ്ടിക്കകത്തേക്ക് തന്നെ തള്ളിക്കയറ്റി ആളൊഴിഞ്ഞൊരിടത്തേക്ക് വണ്ടി ഓടിച്ചു കൊണ്ടുപോകാൻ നിർബന്ധിച്ചു. അവിടെ വെച്ച് അവളെ ബലാത്സംഗം ചെയ്ത ശേഷം 2 ചെക്കുകൾ ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തു. അയാൾ കുപ്രസിദ്ധ അണ്ടർഗ്രൗണ്ട് ഗ്യാങ്ങായ വെതർമെനിൽ അംഗമാണ് താനെന്നും അക്രമി സ്ഥലം വിടും മുമ്പ് പോളി ന്യൂട്ടനോട് പറഞ്ഞു. പോളി ന്യൂട്ടന്റെ കാറിനുള്ളിൽ നിന്ന് പോലീസിന് 3 പാർഷ്യൽ ഫിംഗർ പ്രിന്റുകൾ കിട്ടി. അത് വൈറ്റ് മെയിൽ സെക്ഷൽ ഒഫൻഡർമാരുടെ ലിസ്റ്റുമായി മാച്ച് ചെയ്യാൻ ശ്രമിച്ച പോലീസിന് നിരാശ മാത്രമായിരുന്നു ഫലം. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ട പോളി ന്യൂട്ടനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അവരെ മുൻ സെക്സ് ഒഫൻഡർമാരുടെ മഗ്ഷോട്ട് ചിത്രങ്ങൾ കാണിച്ചു. 3 ട്രേ നിറയെ ഏതാണ്ട് 1,500ഓളം സെക്സ് ഒഫൻഡർമാരുടെ ചിത്രങ്ങളാണ് നോക്കാനുണ്ടായിരുന്നത്. പോളി ന്യൂട്ടൻ ആ മഗ്ഷോട്ട് ഫോട്ടോഗ്രാഫുകൾ ഒന്നൊന്നായി എടുത്ത് പരിശോധിച്ചു കൊണ്ടിരുന്നു. 2ാമത്തെ ട്രേ കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മടുത്തു. കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള അലച്ചിലിന്റെ ക്ഷീണം അവരെ തളർത്തിയിരുന്നു. അതുകൊണ്ട് 3ാമത്തെ ട്രേയിലെ ചിത്രങ്ങൾ നോക്കാതെ അവരന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അടുത്ത ദിവസം അന്വേഷണ സംഘത്തിലെ ഓഫീസർമാരായ നിക്കി മില്ലറും എലിയട്ട് ബോക്സർബമും ചേർന്ന് പോളി ന്യൂട്ടനെയും കൂട്ടി സീൻ ഓഫ് ക്രൈമിലേക്ക് പോയി. അവിടം പരിശോധിച്ച ഫോറൻസിക് സംഘത്തിന് പ്രതിയുടെ തോക്കിൽ നിന്ന് വീണ ഒരു 9mm മാഗ്നം റിവോൾവറിൽ നിന്ന് ഉതിർന്ന വെടിയുണ്ടയുടെ കേസിംഗ് കണ്ടുകിട്ടി. അവിടുത്തെ കുളത്തിലേക്ക് ഒരു ബിയർ കുപ്പി വലിച്ചെറിഞ്ഞ് അതിനു നേരെ പ്രതി വെടിയുതിർത്ത കാര്യം പോളി അവരോട് സ്ഥിരീകരിക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം 2ാമത്തെ റേപ്പ് വിക്ടിമായ ഡോണ വെസ്റ്റിനെ പോലീസ് മുൻകാല സെക്സ് ഒഫൻഡർമാരുടെ മഗ്ഷോട്ട് ചിത്രങ്ങൾ കാണാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. നേരത്തെ പോളി ന്യൂട്ടനെ കാണിച്ച അതേ 3 ട്രേ നിരയുള്ള മഗ്ഷോട്ട് ഫോട്ടോഗ്രാഫുകൾ അതൊന്നൊന്നായിട്ട് മാറി മാറി നോക്കിപ്പോയി പാതി വഴി എത്തിയപ്പോഴേക്കും അതിലൊരു ഫോട്ടോയിൽ ഡോണയുടെ കണ്ണുടക്കി. തുറിച്ച കണ്ണുകളുള്ള ഒരു കപ്പട മീശക്കാരൻ. ആ ഫോട്ടോ കണ്ടതും അറിയാതെ ഇരുന്നിടത്തുനിന്ന് ചാടി എഴുന്നേറ്റ് പോയി ഡോണ. എണീറ്റ മൂച്ചിന് കസേര പിന്നിലേക്ക് മറിഞ്ഞ് വീഴാൻ പോയി. ഇത് അയാൾ തന്നെ എനിക്ക് ഉറപ്പുണ്ട് എന്ന് അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പിന്നീട് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥയായിട്ടുള്ള നിക്കി മില്ലർ ആ ചിത്രത്തിന് പിന്നിൽ അവളുടെ പേര് എഴുതി ചേർത്തു. അതിനുശേഷം തലേന്ന് പോളി ന്യൂട്ടൻ പരിശോധിക്കാതെ ബാക്കി വെച്ചിരുന്ന അതേ ട്രേയുടെ മഗ്ഷോട്ടുകളുടെ സെക്കൻഡ് ഹാഫിലേക്ക് ഈ ഫോട്ടോ കൂടി മില്ലർ കയറ്റി വെച്ചു. അടുത്ത ദിവസം പോളി ന്യൂട്ടനെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. ഈ ഒരു ട്രേയിലെ മഗ്ഷോട്ട് ഫോട്ടോകൾ ഒന്നൊന്നായി പോളി തൻ്റെ കൈ കൊണ്ട് മാറ്റി മാറ്റി നോക്കുകയാണ്. ട്രേയുടെ പകുതിയും താണ്ടി പോളിയുടെ കൈ പോകുന്നത് കണ്ടപ്പോൾ ഡിറ്റക്റ്റീവ് നിക്കി മില്ലറിന്റെ നെഞ്ചെടുപ്പ് ഇരട്ടിച്ചു. നേരത്തെ ഡോണ തിരിച്ചറിഞ്ഞ അതേ മഗ്ഷോട്ട് പോളി കൂടി തിരിച്ചറിഞ്ഞാൽ ക്യാമ്പസ് റേപ്പിസ്റ്റ് ആരാണ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകും. പക്ഷേ ആ ചിത്രം എത്തിയപ്പോൾ
ഒന്നുകൂടി ഒന്ന് നോക്കിയതല്ലാതെ പോളി ആളെ തിരിച്ചറിഞ്ഞില്ല. അടുത്ത ചിത്രത്തിലേക്ക് അവളുടെ വിരലുകൾ സഞ്ചരിച്ചു. മില്ലറുടെ നെഞ്ച് പടപടാ ഇടി തുടങ്ങി. ഡോണ തിരിച്ചറിഞ്ഞു, പക്ഷെ പോളി തിരിച്ചറിഞ്ഞില്ല. ഇനി എന്തു ചെയ്യും എന്നൊരാലോചന നിക്കി മില്ലറിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അപ്പോഴേക്കും 4-5 മഗ്ഷോട്ടുകൾ അപ്പുറം എത്തിക്കഴിഞ്ഞിരുന്ന പോളി എന്തോ ആലോചിച്ചിട്ടെന്ന വണ്ണം വീണ്ടും തിരികെ പിന്നിലേക്ക് തന്നെ മടങ്ങി വരുന്നു. ആ കപ്പടാമീശക്കാരന്റെ മഗ്ഷോട്ടിൽ എത്തിയപ്പോഴേക്കും അവർ വീണ്ടും നിന്നു. അതിൽ തന്നെ ഏതാനും സെക്കൻഡുകൾ തുറിച്ചു നോക്കിയ ശേഷം പോളി പറഞ്ഞു, ഇയാളെപ്പോലെ ഒരാളാണ് എന്നെ ഉപദ്രവിച്ചത്. പക്ഷെ എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. തങ്ങൾ അന്വേഷിക്കുന്ന കുറ്റവാളിയാകാൻ സാധ്യതയുള്ള ആ യുവാവിന്റെ മഗ്ഷോട്ട് ചിത്രത്തിലേക്ക് ഡിറ്റക്റ്റീവ് നിക്കി മില്ലറും എലീറ്റ് ബോക്സർ ബമ്മും ഒരുപോലെ ഉറ്റുനോക്കി. വില്യം സ്റ്റാൻലി മില്ലിഗൻ, ഡേറ്റ് ഓഫ് ബർത്ത് 1955 ഫെബ്രുവരി 14. അപ്പോഴത്തെ ഏകദേശ പ്രായം 22 വയസ്സ്. കഴുത്തിൽ ഒരു കാക്കപ്പുള്ളി, അതാണ് അയാളുടെ ഐഡന്റിഫിക്കേഷൻ മാർക്ക്. മുമ്പ് അയാൾ റേപ്പ്, റോബറി എന്നീ ചാർജുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 6 മാസം മുമ്പ് മാത്രമാണ് അയാളെ ഒഹായോയിലെ ലെബനൻ കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. അയാളുടെ ലാസ്റ്റ് നോൺ അഡ്രസ് 933 സ്പ്രിംഗ് സ്ട്രീറ്റ്, ലങ്കാസ്റ്റർ, ഓഹിയോ. റേപ്പ് വിക്ടിമുകളിൽ 2 പേർ ഏറെക്കുറെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെങ്കിലും സസ്പെക്റ്റിന്റെ പേർക്കൊരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ അതുമാത്രം പോരായിരുന്നു. കുറെ കൂടി കൺക്ലൂസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു തെളിവ് കൂടി കയ്യിൽ കിട്ടിയാലേ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാനാവൂ എന്നായിരുന്നു അവർക്ക് കിട്ടിയ വിദഗ്ധോപദേശം. അതുവരെ അവർ ശേഖരിച്ച തെളിവുകൾക്കിടയിൽ നിന്ന് അവർക്ക് അതും ഒരു നിയോഗം പോലെ ഒത്തുകിട്ടി. പോളി ന്യൂട്ടന്റെ കോർവെറ്റ് കാറിന്റെ വാതിലിൽ നിന്ന് കണ്ടെടുത്ത വലത്തെ കൈയുടെ ചൂണ്ടുവിരൽ പാടുകൾ ഈ പ്രതിയുടെ ഫയൽ ഫിംഗർ പ്രിന്റുകളുമായി പോലീസ് ഒത്തുനോക്കി. 10 പോയിന്റ് മാച്ച്. കോടതിയിലേക്ക് അയാളെ എത്തിക്കാൻ അത്രയും മതി. പോലീസ് റെക്കോർഡുകളിലെ വില്യം മില്ലിഗന്റെ ഫിംഗർ പ്രിന്റുകൾ പോളിയുടെ കാറിൽ നിന്ന് കിട്ടിയ പ്രിന്റുകളുമായിട്ട് മാച്ച് ആയതോടെ നിക്കി മില്ലർ അയാൾക്കെതിരെ കിഡ്നാപ്പിംഗ്, റോബറി, റേപ്പ് എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു. ഇനിയുള്ള നടപടികൾ വളരെ ലളിതമാണ്. കോടതിയിൽ നിന്ന് അയാളുടെ പേർക്കൊരു അറസ്റ്റ് വാറണ്ട് സംഘടിപ്പിക്കുക. ചെന്ന് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്ത ശേഷം ഇരകളിൽ ആരെയെങ്കിലും കൊണ്ട് ഒരു തിരിച്ചറിയൽ പരേഡ് നടത്തി റേപ്പിസ്റ്റ് അയാൾ തന്നെയാണ് എന്ന് 100% ഉറപ്പിക്കുക. അറസ്റ്റ് ചെയ്യണമെങ്കിൽ പക്ഷേ സ്വാറ്റ് ടീമിന്റെ സഹായം വേണം. മില്ലർ അതിനുവേണ്ട പേപ്പർ വർക്കുകൾ നീക്കി. മില്ലറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് അസോൾട്ട് ടീം ഓപ്പറേഷന് വേണ്ടി തയ്യാറെടുത്തു. അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്നതിന് മുമ്പ് മില്ലിഗന്റെ കൂടെ എത്ര പേരുണ്ട് താമസം എന്നറിയണം. 3 ഇരകളിൽ നിന്നുമായിട്ട് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിയിൽ നിന്നൊരു പ്രത്യാക്രമണത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം അയാൾ ഏതോ ഒരു മിലിറ്റന്റ് ഓർഗനൈസേഷന്റെ ഭാഗമാണ് എന്ന് ഇരകളോട് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ കയ്യിലൊരു റിവോൾവറും ഉണ്ട് എന്നത് വ്യക്തമാണ്. ചിലപ്പോൾ ഈ വില്യം മില്ലിഗൻ ഒരു ടെററിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഹിറ്റ്മാനോ ഒക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പണി പാളാനിടയുണ്ട്. അങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള സംശയത്തിൽ ഇരിക്കുമ്പോഴാണ് സ്വാറ്റ് ടീമിന്റെ തലവനായിട്ടുള്ള ഓഫീസർ ക്രെയ്ഗ് ഒരു ഗിമ്മിക് അപ്രോച്ച് നിർദ്ദേശിക്കുന്നത്. നമുക്കൊരു പിസ്സ ഡെലിവറി ബോയുടെ വേഷത്തിൽ ടീമിലെ ഒരാളെ അയാളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പറഞ്ഞുവിടാം. അപ്പോഴും ഈ അഡ്രസ്സ് കണ്ട ഡിറ്റക്റ്റീവ് ബോക്സർ ബം ഒരു സംശയം പ്രകടിപ്പിച്ചു. ഈ അഡ്രസ്സ് ഒഹായോ സർവകലാശാലയിൽ നിന്ന് ഏതാണ്ട് 50 മൈലോളം അകലെയാണ്. ഒരു എക്സ് കൺവിക്റ്റ് റേപ്പ് പോലെ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ക്രൈം ചെയ്യാൻ വേണ്ടി ഇത്രയും ദൂരം, അതും 2 ആഴ്ചയ്ക്കുള്ളിൽ 3 തവണ നടന്നു വന്നുപോയി എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് വിശ്വസനീയമല്ല. എന്നാൽ പോലീസ് റെക്കോർഡ്സിൽ ഉണ്ടായിരുന്ന അഡ്രസ്സ് ഒരിക്കൽ കൂടി വെരിഫൈ ചെയ്തപ്പോൾ അവർക്ക് അതിനുള്ള ഉത്തരം കിട്ടി. നേരത്തെ ഈ അഡ്രസ്സിൽ താമസം ഉണ്ടായിരുന്ന വില്യം മില്ലിഗൻ 2 മാസം മുമ്പ് 5673 ഓൾഡ് ലിവിങ്സ്റ്റൺ അവന്യൂ, റെയ്നോൾഡ്സ്ബർഗ് എന്ന പുതിയ അഡ്രസ്സിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട്. ഈ അഡ്രസ്സ് ആകട്ടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിഴക്കോട്ട് കാറിന് 10 മിനിറ്റ് മാത്രം ദൂരെയാണ്. നൗ ദാറ്റ് മേക്സ് സെൻസ്. ടീമിലെ എല്ലാവരുടെയും സംശയങ്ങൾക്ക് അതോടെ അറുതിയായി. തൊട്ടടുത്ത ദിവസം തന്നെ നേരത്തെ നിശ്ചയിച്ച പിസ്സ ബോയ് പ്ലാൻ അവർ എക്സിക്യൂട്ട് ചെയ്തു. വളരെ വിദഗ്ധമായി തന്നെ ടീം വില്യം മില്ലിഗനെ അയാൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. 1955 വാലന്റൈൻസ് ദിനത്തിൽ അമേരിക്കയിലെ സൗത്ത് ഫ്ലോറിഡയിലുള്ള മയാമി ബീച്ചിലാണ് വില്യം സ്റ്റാൻലി മോറിസൺ ജനിക്കുന്നത്. വീട്ടുകാർ അവനെ ബില്ലി എന്ന് വിളിച്ചു. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ തൻ്റെ രക്ഷിതാവിനെ സംബന്ധിച്ച് എത്രത്തോളം സങ്കീർണതയാകാമോ അത്രയും ബില്ലിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവൻ്റെ അമ്മയുടെ പേര് ഡൊറോത്തി പൗലിൻ സാൻസ് എന്നായിരുന്നു. ഒരു പ്രൊഫഷണൽ സിംഗർ ആയിരുന്ന അവർ ആദ്യം വിവാഹം കഴിക്കുന്നത് തൻ്റെ ഹൈസ്കൂൾ കാലത്തെ കാമുകനായ ഡിക് ജോനാസിനെയാണ്. അയാളൊരു മുഴുക്കുടിയനായിരുന്നു. കുടിയുടെ പേരിൽ നിരന്തരം നടന്നിരുന്ന വഴക്കുകൾ അധികം വൈകാതെ ആ ദാമ്പത്യത്തെ ഒരു ഡിവോഴ്സിൽ കൊണ്ടുവന്നെത്തിക്കുന്നു. പിന്നീട് ഒരു നാൾ ഒരു ക്ലബ്ബിൽ വെച്ച് കണ്ടുമുട്ടിയ പാട്ടുകാരനും കൊമേഡിയനുമായ ജോണി മോറിസൺ എന്നൊരാളുമായി ഡൊറോത്തി പ്രേമത്തിലാവുന്നു. ജോണി നേരത്തെ ഒരു വിവാഹം കഴിച്ചതാണ്, അതിൽ അയാൾക്ക് കുട്ടികളുമുണ്ട്. എന്നിട്ടും ഡൊറോത്തി അയാളുടെ കൂടെ ജീവിക്കാൻ തീരുമാനിക്കുന്നു. ആ ബന്ധത്തിൽ അവർക്ക് ഒന്നിനു പിന്നാലെ ഒന്നായി ജനിച്ച 3 കുട്ടികളിൽ രണ്ടാമനാണ് ബില്ലി. ജ്യേഷ്ഠൻ ജിംബോ, അനുജത്തി കാത്തി.
ഇനി പറയാൻ പോകുന്ന പല കാര്യങ്ങളും ബില്ലി മില്ലിഗന്റെ തന്നെ മൊഴികളെ അടിസ്ഥാനപ്പെടുത്തി ഡാനിയൽ കെ.എസ്. എഴുതിയ ദ മൈൻഡ്സ് ഓഫ് ബില്ലി മില്ലിഗൻ എന്ന പുസ്തകത്തിൽ പറയുന്നതാണ്. ഈ പുസ്തകം archive.org-ൽ സൗജന്യമായി തന്നെ ആർക്കും വായിക്കാനാകും. 3-3.5 വയസ്സ് മുതൽക്കേ ബില്ലിക്ക് മറ്റാർക്കും കാണാനാവാത്ത ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഏട്ടനും അനിയത്തിയും മൈൻഡ് ചെയ്യുന്നില്ല. അമ്മയ്ക്ക് അടുക്കളയിൽ തിരക്കാണ്. അച്ഛൻ പുസ്തകം വായിക്കുന്നു. ഒരു ദിവസം ആകെ കൂടെ ഇരുന്ന് ബോറടിച്ച നേരത്ത് കളിപ്പാട്ടങ്ങൾ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബില്ലി. പെട്ടെന്നാണ് ചൂരനോട് ചേർന്നുകൊണ്ട് കറുത്ത തലമുടിയും ഇരുണ്ട കണ്ണുകളുമുള്ള തൻ്റെ അതേ പ്രായമുള്ള ഒരു കുട്ടി ഇരിക്കുന്നത് ബില്ലി കാണുന്നത്. അവൻ തൻ്റെ പട്ടാളക്കാരൻ്റെ ടോയ് അവന് നേരെ നീട്ടി. ആ കുട്ടി അത് വാങ്ങി ഒരു മിലിറ്ററി ട്രക്ക് ടോയ്ക്കുള്ളിലേക്ക് വെച്ച് തിരികെ തള്ളി. അങ്ങനെ അവർ തമ്മിൽ ഒരു അക്ഷരം പോലും മിണ്ടാതെയുള്ള വിനോദങ്ങൾ പതിവായി. ഇങ്ങനെയൊരു ഫാൻറ്റസി കമ്പാനിയനെ കിട്ടിയതോടെ ബില്ലിയുടെ ഏകാന്തതയ്ക്ക് ഒരു വിധത്തിൽ നേരിയ പരിഹാരമായി. ഇതിനെ ചില മനോരോഗ വിദഗ്ധർ പിന്നീട് ബില്ലിയിൽ മാനിഫെസ്റ്റ് ചെയ്ത ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡറിന്റെ പ്രാരംഭ ലക്ഷണം എന്ന് പോലും വിലയിരുത്തിയിട്ടുണ്ട്. തൻ്റെ ആദ്യ വിവാഹത്തിൽ നിന്ന് ഡൊറോത്തി ഒരു പാഠവും പഠിച്ചില്ല എന്ന് പറയേണ്ടി വരും. കാരണം ഡിക്കിനെ പോലെ ഒരു മുഴുക്കുടിയനായിരുന്നു ജോണിയും. ഒരേ സമയത്ത് 2 കുടുംബം നോക്കേണ്ടി വന്നതിൻ്റെ പ്രാരബ്ധം. കിട്ടുന്ന ശമ്പളം കൊണ്ട് 2 അറ്റം കൂട്ടിമുട്ടിക്കാനാകുന്നില്ല. ആ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ജോണി മദ്യപിച്ചു തുടങ്ങി. മദ്യപാനം ആയുധമായപ്പോൾ വീണ്ടും ചെലവുകൾ വർദ്ധിച്ചു. ചെലവുകൾക്കുള്ള പണം കണ്ടെത്താൻ വേണ്ടി അയാൾ ചൂതാട്ടം തുടങ്ങി. അതിന് മുടക്കിയ പണം മുഴുവനും അതുപോലെ നഷ്ടപ്പെട്ടു പോയി. പോയ പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടി കടം വാങ്ങി വീണ്ടും അയാൾ ചൂത് കളിച്ചു. അങ്ങനെ ഒടുവിൽ തിരിച്ചു കയറാനാവാത്തൊരു കടക്കടിയിലേക്ക് അയാൾ അറിയാതെ വീണുപോയി. പോകെ പോകെ കടുത്ത വിഷാദ രോഗത്തിന് അടിമയാകുന്ന ജോണി ഒന്നിലധികം തവണ ആത്മഹത്യയ്ക്കും ശ്രമിക്കുന്നുണ്ട്. ബില്ലിയും അവൻ്റെ ഫാൻറ്റസി കമ്പാനിയനായിട്ടുള്ള കറുത്ത തലമുടിയുള്ള കുട്ടിയും കൂടി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ അച്ഛൻ്റെ ആദ്യത്തെ ആത്മഹത്യാ ശ്രമം നടക്കുന്നത്. വെപ്രാളപ്പെട്ട് അകത്തേക്ക് ഓടിക്കയറി വന്ന് അയാൾ മെഡിസിൻ ക്യാബിനറ്റ് തുറന്ന് ഒരു കുപ്പി നിറയെ മരുന്നെടുത്ത് അത് കൈവെള്ളയിലേക്കിട്ട് അത് മുഴുവനും ഒറ്റയടിക്ക് വിഴുങ്ങുകയായിരുന്നു. കുറേ നേരം കഴിഞ്ഞ് അമ്മ ജോലി കഴിഞ്ഞെത്തുമ്പോൾ ബോധമില്ലാതെ കിടക്കുന്ന അവൻ്റെ അച്ഛനെ കാണുന്നു. പിന്നാലെ അവർ അലമുറയിടുന്നു. ലൈറ്റിട്ടൊരു വാൻ വന്ന് അച്ഛനെ കൊണ്ടുപോകുന്നു. ഇതിനൊക്കെയും അന്ന് കുഞ്ഞു ബില്ലി സാക്ഷിയാണ്. അവൻ്റെ അച്ഛൻ പിന്നീട് തിരിച്ചു വരുന്നത് ഏതാണ്ട് 1 മാസം കഴിഞ്ഞാണ്. ആശുപത്രിയിൽ നിന്ന് തിരികെ വന്ന ജോണി മക്കളുടെ കൂടെ കളിക്കുന്നത് കാണുമ്പോൾ ഡൊറോത്തിക്ക് അയാളുടെ വിഷാദരോഗം കുറവുണ്ട് എന്ന് തോന്നും. എന്നാൽ ഡൊറോത്തി ജോലിക്ക് പോയാലുടനെ അയാൾ തൻ്റെ ഗാംബ്ലിംഗ് ഫ്രണ്ട്സിനെ വിളിക്കും. വീണ്ടും ചൂതാട്ടത്തിനിറങ്ങി പണം കളയും. കടം വാങ്ങാവുന്നിടത്തു നിന്നൊക്കെ വാങ്ങിക്കൂട്ടി ഒടുവിൽ കടക്കാർ അയാളുടെ വീട്ടിൽ കയറി വരുന്ന അവസ്ഥയായി. അവരെ കൊണ്ട് പൊറുതിമുട്ടി അയാൾ നേരത്തെ പോലെ വീണ്ടും പലതവണ ജീവനെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ബില്ലിക്ക് 5 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം അവൻ്റെ അച്ഛൻ തൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആത്മഹത്യാ ശ്രമത്തിൽ വിജയിക്കുന്നു. കാറിൻ്റെ എക്സോസ്റ്റ് പൈപ്പിൽ നിന്ന് ഒരു ഹോസ് എടുത്ത് തിരികെ ക്യാബിനുള്ളിലേക്ക് വലിച്ചിട്ട് എഞ്ചിൻ സ്റ്റാർട്ടാക്കി അതിൽ നിന്ന് വന്ന കാർബൺ മോണോക്സൈഡ് പുക ശ്വസിച്ച് അയാൾ ജീവനെടുക്കുന്നു. ബില്ലിക്ക് അച്ഛനില്ലാതെയാവുന്നു. ജോണി മരണപ്പെട്ട് മാസങ്ങൾക്കുള്ളിൽ ഡൊറോത്തി തൻ്റെ ആദ്യ ഭർത്താവായ ഡിക് ജോനാസിൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. അയാളെ പുനർവിവാഹം കഴിച്ച് അയാളുടെ കൂടെ തൻ്റെ കുഞ്ഞുങ്ങളുമായി പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനായി അവരുടെ ശ്രമം. ബില്ലിക്ക് 5 വയസ്സുള്ളപ്പോൾ മറ്റൊരു സംഭവം നടക്കുന്നു. ബില്ലിയുടെ മനസ്സിലേക്ക് അവനെ മറ്റൊരാളാക്കി മാറ്റുന്ന തരത്തിൽ ആദ്യമായി ഒരു അപരിചിത വ്യക്തിത്വം, ഒരു ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി കടന്നു വരുന്നു. ഒരു ദിവസം അടുക്കളയിലേക്ക് ചെല്ലുന്ന അവൻ കിച്ചൺ കൗണ്ടറിലേക്ക് വലിഞ്ഞു കയറി അവിടെ വിരിച്ചിട്ടിരുന്ന ഒരു ടവൽ എടുക്കാൻ ശ്രമിക്കുന്നു. ഈ ടവലിൽ പിടിച്ചു വലിച്ചപ്പോൾ അതിനു മുകളിൽ ബിസ്ക്കറ്റ് ഇട്ട് വെച്ചിരുന്ന ഒരു സ്ഫടിക ഭരണി താഴെ വീണ് ഉടഞ്ഞു പോകുന്നു. കഷ്ണങ്ങൾ തിരികെ യോജിപ്പിച്ച് വെക്കാൻ അവൻ ശ്രമിച്ചുവെങ്കിലും നടക്കുന്നില്ല. അപ്പോഴേക്കും പുറത്തു നിന്ന് ആരോ വരുന്ന ശബ്ദം അവൻ കേൾക്കുന്നു. അതോടെ ബില്ലി പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങുന്നു. ഈ സ്ഫടിക ഭരണി പൊട്ടിച്ചതിൻ്റെ പേരിൽ നല്ല അടി കിട്ടുമെന്ന് ഉറപ്പാണ്. ആ അടിയുടെ വേദന ഓർത്തപ്പോൾ അവൻ്റെ ഉള്ളു കിടുങ്ങി. ഇനി സംഭവിക്കാൻ പോകുന്നത് വളരെ മോശം കാര്യങ്ങളാണ് എന്ന് അവന് മനസ്സിലായി. അമ്മ വരും, ഭരണി പൊട്ടിച്ചതിന് കണ്ണുപൊട്ടുന്ന ചീത്ത പറയും, പുറംപൊളിയെ അടിയും തരും. അതൊന്നും താങ്ങാൻ വയ്യ, കിടന്നുറങ്ങിക്കളയാം, അതാണ് നല്ലത് എന്ന് അവന് തോന്നി. അവൻ തൻ്റെ കണ്ണുകൾ ഇറുക്കിപ്പൂട്ടി ഉറക്കം പിടിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കണ്ണുമിഴിച്ച് ചുറ്റിനും നോക്കിയത് ബില്ലി അല്ലായിരുന്നു, ഷോൺ ആയിരുന്നു. ആ പ്രതിസന്ധി ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അവൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ച 2ാമത്തെ വ്യക്തി അതായിരുന്നു ഷോൺ. കേൾവിശക്തി ഇല്ലാത്തയാളാണ് ഷോൺ. കണ്ണു തുറന്ന് ചുറ്റിനും നോക്കി അവൻ കാണുന്നത് തറയിൽ വീണ് ചിതറിക്കിടക്കുന്ന സ്ഫടിക ഭരണിയാണ്. ഇതെന്താണിത്? ഇതെങ്ങനെയാണ് പൊട്ടിയത്? ഇതാരാണ് പൊട്ടിച്ചത് എന്നൊക്കെ അവൻ സ്വയം ചോദിച്ചു. അപ്പോഴേക്കും നല്ല ഭംഗിയുള്ളൊരു സ്ത്രീ അടുക്കളയിലേക്ക് കയറി വന്നു. അവനെ തുറിച്ചു നോക്കി ദേഷ്യത്തോടെ എന്തൊക്കെയോ അലറി. ചുണ്ടുകൾ അനങ്ങുന്നതല്ലാതെ ആ പറയുന്നതിൻ്റെ ഒച്ചയൊന്നും അവന് കേൾക്കാനാവുന്നുണ്ടായിരുന്നില്ല. കുറച്ചു നേരം ചീത്ത പറഞ്ഞ ശേഷം അവർ അവൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ ചുമലിൽ പിടിച്ച് അതിശക്തിയായി കുലുക്കാൻ തുടങ്ങി. അവരുടെ കയ്യിലെ നഖം കൊണ്ട് അവൻ്റെ പിഞ്ചുദേഹം ചുവന്നു തുടങ്ങി. അവന് നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് തന്നെ ഇങ്ങനെ അവർ ശകാരിക്കുന്നത് എന്ന് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല.
അവനെ അവർ ഒരു മുറിയിലേക്ക് വലിച്ചിഴിച്ച് കൊണ്ടുപോയി അതിനുള്ളിലേക്ക് തള്ളിയിട്ട ശേഷം പുറത്തേക്കിറങ്ങി വാതിലടച്ചു. അവിടെ ആ മുറിയിലെ ഇരുട്ടിൽ ഷോൺ സ്തബ്ധനായി ഏറെ നേരം ഇരുന്നുപോയി. പിന്നെ കുറേ നേരത്തേക്ക് ഒരു ശ്മശാന മൂകതയാണ് ആ മുറിക്കുള്ളിൽ. അങ്ങനെ കുറേ നേരം ഇരുന്നപ്പോഴേക്കും ഷോണിന് ഉറക്കം വന്നു. അവൻ കണ്ണടച്ച് ഉറങ്ങാൻ തുടങ്ങി. ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വന്നത് ഷോണല്ല, ബില്ലിയായിരുന്നു. നേരത്തെ താൻ ബിസ്ക്കറ്റ് ഭരണി പൊട്ടിച്ച കാര്യം പെട്ടെന്ന് ബില്ലിക്ക് ഓർമ്മ വന്നു. ഇപ്പോൾ അടിയും വഴക്കും കിട്ടുമെന്നാണ് അവൻ കരുതിയത്. പക്ഷെ അതൊന്നും ഏറെ നേരം കാത്തിരുന്നിട്ടും അവനെ തേടി എത്തിയതേയില്ല. നേരത്തെ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് താൻ അടുക്കളയിലല്ലായിരുന്നു, ഇപ്പോൾ എങ്ങനെ ഈ മുറിക്കുള്ളിൽ എത്തിയെന്നും അവൻ മനസ്സിലോർത്തു. അത് അവനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അനുഭവത്തിൻ്റെ തുടക്കമായിരുന്നു. എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ കണ്ണുകൾ ഇറുക്കി പൂട്ടുക. ഏറെ നേരം കഴിഞ്ഞ് പിന്നീട് കണ്ണു തുറക്കുമ്പോൾ വേറെ ഒരു സമയത്ത് വേറെ എവിടെയെങ്കിലും ആവും. അവൻ ആദ്യം കരുതിയത് എല്ലാവർക്കും അത് അങ്ങനെ തന്നെ ആകുമെന്നാണ്. പക്ഷെ ഇതിൽ മറ്റൊരു രസമുണ്ടായിരുന്നു. ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിലാണ് അവന് ആ വീട്ടിൽ സ്ഥിരമായി അടിയും വഴക്കുമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇതാദ്യമായിട്ടാണ് അവൻ നല്ല അടി കിട്ടേണ്ട ഒരു കുറ്റം ചെയ്തിട്ട് കണ്ണൊന്നടച്ച് തുറക്കുമ്പോഴേക്കും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്നത്. അന്നത്തെ ദിവസം ആ സ്ഫടികഭരണി പൊട്ടിച്ച കേസിൽ അമ്മ എന്തേ തന്നെ തല്ലാനും വഴക്ക് പറയാനും ഒന്നും വന്നില്ല എന്ന് അവൻ എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. എന്തായാലും ഈ പുതിയ പരിപാടി കൊള്ളാമെന്ന് അവന് തോന്നി. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ കണ്ണടച്ചിരുന്നാൽ മതി. അതിന് സങ്കടമായാലും ഏകാന്തതയായാലും ബോറടി ആയാലും അത് തന്നെ ചെയ്താൽ മതി. ചിലപ്പോഴൊക്കെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അവൻ്റെ കയ്യിലും പുറത്തുമൊക്കെ അടി കിട്ടിയ പോലെ തിണർത്ത ചില പാടുകൾ കാണും. പക്ഷേ ഇങ്ങനൊരു അടി കിട്ടിയതിൻ്റെയോ ആരെങ്കിലും അവനെ വഴക്ക് പറഞ്ഞതിൻ്റെയോ ഒന്നും ഓർമ്മകൾ അവനിൽ ഉണ്ടാവാറില്ല. അതവനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ഇനി ഒരിക്കലും ആരും തന്നെ ശിക്ഷിക്കുകയില്ലല്ലോ. ഡിക്കിൻ്റെ കൂടെ ഏതാണ്ട് ഒരു വർഷത്തോളം കഴിഞ്ഞപ്പോഴേക്കും ഡൊറോത്തിക്ക് അയാൾ വീണ്ടും അടുത്തു. അപ്പോഴേക്കും അവർക്ക് ലങ്കാസ്റ്റർ കൺട്രി ക്ലബ്ബിൽ ഒരു വെയിട്രസിൻ്റെ ജോലി തരപ്പെട്ടിരുന്നു. മക്കളെ സ്വയം പോറ്റാൻ തുടങ്ങിയ ഡൊറോത്തി അവരെ ഒഹയോയിലെ സെൻറ് ജോസഫ് സ്കൂളിലാക്കി. ബില്ലി അപ്പോഴേക്കും 1ാം ക്ലാസ്സിലെത്തിയിരുന്നു. അവനത് ഇടത്തെ കൈകൊണ്ടായിരുന്നു എഴുത്തും വരയുമൊക്കെ. സ്കൂളിലെ സിസ്റ്റർ ജെയിൻ സ്റ്റീഫൻസിന് അവൻ്റെ ഈ ശീലം തീരെ ഇഷ്ടമല്ലായിരുന്നു. വലത്തെ കൈകൊണ്ട് എഴുതാവൂ എന്ന് അവർ അവനോട് ശഠിച്ചു. ഇടത്തെ കൈ സാത്താൻ്റെ കൈയാണ്, വലത്തെ കൈകൊണ്ട് എഴുതാവൂ എന്ന് അവരെപ്പോഴും അവനെ ശാസിക്കും. അവനാണെങ്കിൽ തരം കിട്ടുമ്പോഴൊക്കെയും അറിയാതെ ഇടത്തെ കൈകൊണ്ട് തന്നെ വീണ്ടും എഴുത്തും വരയും ഒക്കെ നടത്തും. ഒരു ദിവസം ഇടത്തെ കൈകൊണ്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ ജെയിൻ റൂളർ തടിയും കയ്യിലെടുത്ത് മേശയിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ നേർക്ക് ദേഷ്യത്തോടെ നടന്നെടുക്കുന്നത് അവൻ കണ്ടു. ഇപ്പോൾ കിട്ടും കൈവിരലിന് തന്നെ നല്ല അടി. പേടിച്ചുറച്ച അവൻ പതിവ് പോലെ കണ്ണുകൾ രണ്ടും ഇറുക്കിപ്പൂട്ടി. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നത് ഷോണായിരുന്നു. അവൻ നോക്കുമ്പോഴുണ്ട് കറുത്ത ലോഹയിട്ട ഒരു സ്ത്രീ. അതാരാണോ ആവോ? കയ്യിലൊരു റൂൾ തടിയും പിടിച്ചുകൊണ്ട് തൊട്ടടുത്ത് കലി തുള്ളി നിൽക്കുന്നു. ഇവർക്കെന്താ വല്ല അപസ്മാരവുമുണ്ടോ? എന്തിനാണ് ഇവർ കിടന്നിങ്ങനെ വിറയ്ക്കുന്നത് എന്ന് അവൻ ഓർത്തു. തന്നെ ആ റൂൾ തടി കൊണ്ട് അടിക്കാൻ ഓങ്ങിയാണ് അവർ നിൽക്കുന്നത് എന്ന് അവന് മനസ്സിലായി. പക്ഷെ എന്തിനാണ് എന്ന് മാത്രം മനസ്സിലായില്ല. അവർ കലി തുള്ളിക്കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ വായിൽ നിന്ന് ശബ്ദമൊന്നും അവൻ്റെ ചെവിയിലേക്ക് വന്ന് വീഴുന്നില്ല. ആ റൂൾ തടി കൊണ്ട് സിസ്റ്റർ അവനെ ആഞ്ഞാഞ്ഞു പ്രഹരിച്ചു. ഷോണിന് നല്ലപോലെ വേദനിക്കുന്നുണ്ടായിരുന്നു. അടി കിട്ടുന്നത് എന്തിനാണ് എന്ന് മാത്രം അപ്പോഴും അവന് തിരിഞ്ഞില്ല. 3 തവണ വിവാഹം കഴിച്ചതിലൂടെ വന്നുപെട്ട ഒന്നിനൊന്ന് മോശപ്പെട്ട ദുരനുഭവങ്ങളുടെ കയ്പും പേര് ജീവിക്കുന്നതിനിടയിലാണ് ഡൊറോത്തി ഒരു ബോളിംഗ് ആലിയുടെ ലോഞ്ചിൽ പാട്ടുപാടുന്നതിനിടയ്ക്ക് വിമുക്തഭടനായ ഷാൽമർ മില്ലിഗൺ എന്നു പേരുള്ള ഒരു വിധുരനെ കണ്ടുമുട്ടുന്നത്. ബില്ലിയുടെ അതേ പ്രായമുള്ള ഒരു പെൺകുട്ടിയും അതിനേക്കാൾ മുതിർന്ന നഴ്സായിട്ട് ജോലി ചെയ്യുന്ന മറ്റൊരു മകളും അയാൾക്ക് അന്നുണ്ടായിരുന്നു. പ്രഥമ ദർശനത്തിൽ തന്നെ ഇരുവർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടു. അധികം വൈകാതെ ഡൊറോത്തിയെ വിവാഹം കഴിക്കുന്ന ഷാൽമർ താൻ ജോലി ചെയ്യുന്ന ഫാക്ടറിയിൽ തന്നെ അവൾക്കും ഒരു ജോലി തരപ്പെടുത്തി കൊടുത്തു. ആ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടെ അച്ഛൻ്റെ സ്ഥാനത്ത് കാണേണ്ടി വന്ന 3ാമത്തെ വ്യക്തിയായിരുന്നു ഷാൽമർ മില്ലിഗൻ. ഇനി അങ്ങോട്ട് ഷാൽമർ മില്ലിഗൻ ബില്ലിയോട് പ്രവർത്തിച്ചു എന്ന് പറയുന്നതൊക്കെയും ബില്ലി തന്നെ പോലീസിന് കൊടുത്ത മൊഴികളെയും സൈക്കാട്രിസ്റ്റുകളുടെ സാക്ഷ്യങ്ങളെയും ആ ആക്ഷേപങ്ങൾ ശരിവെക്കുന്ന അയാളുടെ സഹോദരങ്ങളുടെ മൊഴികളെയും അടിസ്ഥാനപ്പെടുത്തിയാണ്. 1986-ൽ വാർദ്ധക്യസഹജമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ച് മരിച്ചു പോകും വരെയും ഷാൽമർ മില്ലിഗനെ ഈ ക്രൂരതകളുടെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ കോടതി വിചാരണ ചെയ്യുകയോ അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയോ ഉണ്ടായിട്ടില്ല. വിവാഹം കഴിഞ്ഞ് ലങ്കാസ്റ്റർ പട്ടണത്തിലേക്ക് മാറി താമസിച്ച ശേഷമാണ് ഡൊറോത്തിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. തൻ്റെ പുതിയ ഭർത്താവായ ഷാൽമർ മില്ലിഗൻ തൻ്റെ 3 മക്കളോടും അയാളുടെ മകളോടും സാധാരണ അച്ഛന്മാരെക്കാൾ എത്രയോ ഇരട്ടി കാർക്കശ്യത്തോടെയാണ് ഇടപെടുന്നത്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കുട്ടികൾ ആരും ഒരക്ഷരം മിണ്ടിക്കൂടാ, ചിരിക്കുക പോലും ചെയ്തുകൂടാ. ഉപ്പിൻ്റെ ഡപ്പ പാസ് ചെയ്യുന്നെങ്കിൽ അത് ക്ലോക്ക് വൈസിൽ മാത്രമേ പാടൂ. ആരെങ്കിലും അതിഥികൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ
കുട്ടികൾ കാൽപാദങ്ങൾ നിലത്ത് പതിപ്പിച്ച് കൈകൾ കാൽമുട്ടിൽ വെച്ച് നടു വളയാതെ വേണം തീന്മേശയിലിരിക്കാൻ. കൂട്ടത്തിൽ ഏറ്റവും ചെറുത് 7 വയസ്സുകാരിയായിട്ടുള്ള കാത്തിയായിരുന്നു. അവൾക്ക് തൻ്റെ അമ്മയുടെ മടിയിൽ ഇരിക്കാനുള്ള അനുവാദം പുതിയ അച്ഛൻ ഷാൽമർ കൊടുത്തിരുന്നില്ല. എന്തിനും ഏതിനും അയാൾ അവരെ ചെവിട് പൊട്ടുന്ന ചീത്ത പറഞ്ഞിരുന്നു. അതുപോലെ കുട്ടികളെ ചീത്ത പറയുന്ന സമയത്ത് അവർ തൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കുകയാണെങ്കിൽ അയാൾക്ക് കലി ഇളകുമായിരുന്നു. കണ്ണ് നിലത്ത് നട്ട് അച്ചടക്കത്തോടെ നിന്ന് വേണം വഴക്ക് കേൾക്കാൻ. അങ്ങനെ വഴക്ക് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ബില്ലി തൻ്റെ കണ്ണുകൾ ഇറുക്കി പൂട്ടും. പിന്നെ മിക്കവാറും കണ്ണു തുറക്കുക ഷോൺ എന്ന കേൾവിശക്തി ഇല്ലാത്ത പയ്യനാവും. അതോടെ പിന്നെ അച്ഛൻ എന്തു വഴക്ക് പറഞ്ഞാലും അവന് ചുണ്ടുകൾ അനങ്ങുന്നത് കാണാമെന്നല്ലാതെ വഴക്ക് പറയുന്നത് കേൾക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെയൊരു ആശ്വാസം അവൻ സ്വയം കണ്ടെത്തി. ബില്ലിക്ക് 9 വയസ്സുള്ളപ്പോൾ ഷാൽമർ മില്ലിഗൺ എന്ന രണ്ടാം അച്ഛനിൽ നിന്ന് അവൻ ആദ്യമായിട്ട് ലൈംഗിക പീഡനം നേരിടേണ്ടി വന്നു. തന്നെ അയാൾ എത്രയോ ദിവസമായിട്ട് തുറിച്ചു നോക്കുന്ന കാര്യം ബില്ലി തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഷാൽമർ ബില്ലിയെയും കൂട്ടി തൻ്റെ ഫാം ഹൗസിലേക്ക് പോയി. അവിടെ വെച്ച് അയാൾ അവനെ പീഡനത്തിനിരയാക്കി. അതിനു പിന്നാലെ ഒരു ദിവസം ഷാൽമർ മില്ലിഗൺ കുട്ടികൾ നോക്കി നിൽക്കുമ്പോൾ അവരുടെ അമ്മയെ അവർക്ക് ഫാക്ടറിയിലെ ഏതോ കറുത്തവർഗ്ഗക്കാരനുമായി അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിച്ച് അതിക്രൂരമായി മർദ്ദിക്കുന്നു. ആ മർദ്ദനം കണ്ടുകൊണ്ട് പേടിച്ചുറച്ച് നിൽക്കേണ്ടി വന്നതും കുഞ്ഞു ബില്ലിയുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നു. പുതിയ വീട്ടിലെ മാറിയ സാഹചര്യങ്ങളിൽ ഏറെ അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന കാലത്താണ് ബില്ലിയുടെ മനസ്സിൽ ആർദർ എന്ന ഒരു ഓൾട്ടർ ഈഗോ കൂടി ഉണർന്നു തുടങ്ങിയത്. ബില്ലിയുടെ മറ്റൊരു ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി. ആ ബാലൻ എപ്പോഴൊക്കെയോ കണ്ണീമി ഉണരുമ്പോൾ ആർദറാണ് എഴുന്നേൽക്കുക. ലണ്ടനിൽ പഠിച്ചു വളർന്ന കനത്ത ബ്രിട്ടീഷ് ആക്സന്റിൽ സംസാരിക്കുന്ന ഒരു അതിബുദ്ധിമാൻ. ഒരു ദിവസം കാത്തി ബില്ലിയുടെ മുറിയിലെത്തി. നീ സ്കൂളിലേക്ക് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ എന്ന് അവൾ ചോദിച്ചു. ബില്ലി ആണെങ്കിൽ അപ്പോൾ ഒന്ന് കണ്ണുപൂട്ടി തുറന്നിരിക്കുന്ന സമയമാണ്. കണ്ണടച്ചത് ബില്ലി ആണെങ്കിൽ തുറന്നത് ആർദർ ആയിരുന്നു. അവനാണെങ്കിൽ ഈ 3 കുട്ടികളെയും എവിടെയോ കണ്ട് പരിചയമെന്നല്ലാതെ ആരാണെന്ന് നിശ്ചയമില്ല. എന്തിനാണ് ഇവർ തന്നെ ബില്ലി എന്ന് വിളിക്കുന്നത് എന്നും ആർദറിന് മനസ്സിലായില്ല. അവൻ്റെ മറുപടികളിലെ കട്ടി ബ്രിട്ടീഷ് ആക്സന്റ് അവൻ്റെ സഹോദരങ്ങളെ വിശേഷിച്ച് കാത്തിയെ അത്ഭുതപ്പെടുത്തി. പെട്ടെന്ന് വന്നോ ബില്ലി, ഇല്ലെങ്കിൽ ഷാൽമറച്ചൻ്റെ കയ്യിൽ നിന്ന് എന്താണ് കിട്ടുക എന്നറിയാമല്ലോ എന്ന് ജിംബോയുടെ മുന്നറിയിപ്പ്. കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എങ്കിലും ആർദർ വളരെ പെട്ടെന്ന് തന്നെ അതിനോട് അഡാപ്റ്റ് ചെയ്യുന്നു. സ്കൂൾ ബിൽഡിങ്ങിനുള്ളിലേക്ക് നടക്കുന്നതിനിടയ്ക്ക് സ്വന്തം ക്ലാസ് മുറിയുടെ അടുത്ത് എത്തിയിട്ടും ബില്ലി നിൽക്കാതെ നടന്നു പോകാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ കാത്തി അവനോട് ചോദിച്ചു, നീ ഇത് എവിടേക്കാ ബില്ലി നടന്നു പോകുന്നത്? നിന്റെ ക്ലാസ് ഇതല്ലേ, മറന്നോ എന്ന് കാത്തി ചോദിച്ചപ്പോഴാണ് അത് തൻ്റെ ക്ലാസ് മുറിയാണെന്ന് ആർദറിന് മനസ്സിലാവുന്നത്. ക്ലാസ് മുറിക്കുള്ളിലേക്ക് കടന്നിട്ടും ആർദറിന് ആകെ ഒരു സ്ഥലജല വിഭ്രാന്തി തന്നെയായിരുന്നു. അവൻ ആദ്യമായിട്ടാണ് ആ ക്ലാസ് മുറി കാണുന്നത്. ഇരിക്കേണ്ട സീറ്റ് എവിടെയാണ് എന്ന് അവൻ അറിയില്ല. അതുകൊണ്ട് എല്ലാവരും വന്നു കയറുന്നത് വരെ അവൻ എങ്ങും ഇരിക്കാതെ ചുറ്റിക്കറങ്ങി നിന്നു. ഒടുവിൽ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞപ്പോൾ കാലി കണ്ട സീറ്റിൽ ക്ലാസ് ടീച്ചർ വരുന്നതിന് തൊട്ടു മുമ്പായി അവൻ കയറിയിരുന്നു. ആദ്യത്തെ പീരീഡ് തന്നെ മാത്സ് ക്ലാസ് ആയിരുന്നു. വന്നപാടെ ടീച്ചർ ഒരു ടെസ്റ്റ് ഇട്ടു. ചോദ്യങ്ങളിലേക്കൊന്ന് ഓടിച്ചു നോക്കിയ ആർദറിന് ചിരിയാണ് വന്നത്. മൾട്ടിപ്ലിക്കേഷൻ, ലോങ് ഡിവിഷൻ പ്രോബ്ലങ്ങളാണ്. കണ്ടപാടെ പെൻസിലെടുത്ത് അവനത് സോൾവ് ചെയ്തു തുടങ്ങി. മറ്റു കുട്ടികൾ 5ാമത്തെയോ 6ാമത്തെയോ ഒക്കെ ചോദ്യത്തിലെത്തിയപ്പോഴേക്കും ആർദർ തൻ്റെ ചോദ്യപേപ്പറിൻ്റെ അവസാന ഭാഗമെത്തി. ഇന്റർവ്യൂ കഴിഞ്ഞാലാണ് ടീച്ചർ പേപ്പർ നോക്കാൻ വരും എന്ന് പറഞ്ഞിട്ടുള്ളത്. ബെല്ലടിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ഫുൾ പേപ്പറും സോൾവ് ചെയ്ത് കഴിഞ്ഞു. കണക്കിൽ അത്രയ്ക്ക് മിടുക്കുണ്ട് ആർദറിന്. ബെല്ലടിച്ചപ്പോൾ ആൻസർ പേപ്പർ ഭദ്രമായി മടക്കി മാത്സ് ടെസ്റ്റിൻ്റെ ഉള്ളിൽ വെച്ച് അവൻ വെള്ളം കുടിക്കാൻ പുറത്തേക്ക് ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ മറ്റു ക്ലാസ്സുകളിലെ കുട്ടികളുടെ വലിയ ബഹളം. അവന് അതേറെ അസഹ്യമായി തോന്നി. അവൻ ഉടനെ തൻ്റെ കണ്ണുകൾ ഇറുക്കി പൂട്ടി. പിന്നീട് അവൻ കണ്ണു തുറക്കുന്നത് ഇന്റർവെൽ കഴിഞ്ഞുള്ള ഡബിൾ ബെല്ല് കേട്ടുകൊണ്ടാണ്. പക്ഷെ ഉണർന്നത് ആർദർ അല്ല, ബില്ലിയാണ് എന്ന് മാത്രം. അവൻ നോക്കുമ്പോൾ മുന്നിലതാ മാത്സ് ടീച്ചർ നിൽക്കുന്നു. എല്ലാവരും വേഗം മാത്സ് ടെസ്റ്റിൻ്റെ ഉത്തര പേപ്പർ ഒന്നുകൂടി വെരിഫൈ ചെയ്ത് നോക്കിയ ശേഷം ടേബിളിൽ വെക്കൂ എന്ന് ടീച്ചറുടെ ആജ്ഞ അവൻ്റെ ചെവിയിൽ വന്നു വീണു. മാത്സ് ടെസ്റ്റോ? എന്തു മാത്സ് ടെസ്റ്റ്? ഇവരെന്തിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് എന്ന് അവന് മനസ്സിലായില്ല. എന്തെങ്കിലും ആവട്ടെ, ടീച്ചർ പേപ്പർ ചോദിച്ചാൽ കളഞ്ഞുപോയി എന്ന് കള്ളം പറയാമെന്ന് അവൻ മനസ്സിൽ കരുതി. അതിനിടയ്ക്ക് അവൻ വെറുതെ മാത്സിൻ്റെ ടെക്സ്റ്റ് തുറന്നൊന്നു മറിച്ചു നോക്കിയപ്പോൾ അതിനുള്ളിൽ ഒരു ആൻസർ പേപ്പർ ഇരിക്കുന്നു. പക്ഷെ അത് തൻ്റെ കൈവശമല്ല എന്ന് അവന് മനസ്സിലായി. എന്തായാലും ആ ഉത്തരക്കടലാസിൻ്റെ ഏറ്റവും മുകളിലെ വലതു കോർണറിൽ തൻ്റെ പേരെഴുതി അവൻ ടീച്ചർക്ക് അത് സബ്മിറ്റ് ചെയ്തു. ഉത്തര പേപ്പർ കണ്ട ടീച്ചർ ഞെട്ടിപ്പോന്നു. കുട്ടിക്ക് 50-ൽ 50 മാർക്ക്. കണക്കിൽ വളരെ മോശമായിരുന്ന ബില്ലിക്ക് കോപ്പി അടിക്കാതെ അത് ഒപ്പിക്കാൻ കഴിയില്ല എന്ന സംശയത്തിൻ്റെ പുറത്ത് ടീച്ചർ അവൻ്റെ പോക്കറ്റുകളും ഷർട്ടിൻ്റെ കൈമടക്കുമൊക്കെ അരിച്ചു പെറുക്കി പരിശോധിച്ചു നോക്കിയെങ്കിലും തുണ്ടൊന്നും തന്നെ കിട്ടിയില്ല. ഒടുവിൽ അവർക്ക് ആ മാർക്കുകൾ അവൻ അനുവദിക്കേണ്ടി വന്നു. ഇങ്ങനെ പഠിക്കാൻ അധികവും മിടുക്കനായിട്ടുള്ള ആർദറും ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ബില്ലിയും മാറി മാറി ക്ലാസ്സിൽ വന്നത് ടീച്ചർമാരെയും സഹപാഠികളെയും ഒരുപോലെ വലച്ചു. ആർദർ പക്ഷേ സ്കൂളിലേക്ക് പോകുന്നത് വല്ലപ്പോഴും മാത്രമാണ്. ആ സ്കൂളിലെ ടീച്ചർമാരുടെ ഗുണനിലവാരം ഇല്ലായ്ക അവനെ വല്ലാതെ അലട്ടി.
ചിലരെയൊക്കെ പറഞ്ഞ് തിരുത്തണമെന്ന് തോന്നുമ്പോൾ മാത്രമേ അവൻ സ്കൂളിലേക്ക് പോകാറുള്ളൂ. ബാക്കി സമയമൊക്കെ അവൻ ലങ്കാസ്റ്റർ ലൈബ്രറിയിൽ ചരിത്ര പുസ്തകങ്ങളിൽ തലപൂഴ്ത്തിക്കൊണ്ട് ചെലവിടാറാണ്, അല്ലെങ്കിൽ വീട്ടിൽ കിടന്നുറങ്ങാറാണ്. സ്കൂളിലേക്ക് പോകുന്ന ദിവസങ്ങളിൽ ആർതറിൻ്റെ മനസ്സ് എപ്പോഴും വല്ലാത്ത ആശയക്കുഴപ്പത്തിൽ പെട്ടുപോകും. എങ്ങനെ തോന്നാതിരിക്കും? സ്കൂളിൽ ചെല്ലുമ്പോൾ ചുവരിലെ കലണ്ടറിൽ ഡേറ്റ് നോക്കുമ്പോൾ അവൻ ആകെ ഒരു വശപ്പിശക് തോന്നാറുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം കലണ്ടർ നോക്കിയപ്പോൾ തീയതി 5 ആയിരുന്നു. വീട്ടിൽ ചെന്ന് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് അടുത്ത ദിവസം വീണ്ടും കലണ്ടറിൽ വന്ന് നോക്കുമ്പോൾ തീയതി 9 ആണ്. അപ്പോൾ താൻ തുടർച്ചയായിട്ട് 3 ദിവസം കിടന്നുറങ്ങിയോ എന്ന് അവൻ ക്ലാസ്സിലെ ചിലരോട് ചോദിച്ചു. അവരുടെ ചിരി കണ്ടപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. താൻ ഉറങ്ങുന്നത്ര നേരമൊന്നും ഇവിടുത്തെ മറ്റു കുട്ടികൾ ഉറങ്ങാറില്ല. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ഞാൻ എന്താണ് ചെയ്തത് എന്ന് അവൻ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ പലതും അവൻ ഓർമ്മയെ കാണാറില്ല. സത്യത്തിൽ സംഭവിച്ചു കൊണ്ടിരുന്നത് ഇതാണ്. ഒരു ദിവസം ആർതർ സ്കൂളിൽ പോയി തിരികെ വന്ന് കണ്ണടച്ച് തുറന്നപ്പോൾ അവൻ ബില്ലി ആയിട്ടുണ്ടാവും. അടുത്ത കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ സ്കൂളിൽ പോയിട്ടുള്ളത് ബില്ലി ആവും. 2-3 ദിവസത്തിന് ശേഷമായിരിക്കും ചിലപ്പോൾ അവൻ വീണ്ടും ആർതറായി കണ്ണുമിഴിച്ച് എഴുന്നേൽക്കുന്നത്. അങ്ങനെ ഉണർന്നെഴുന്നേൽക്കുന്ന ആർതറിന് പക്ഷേ ബില്ലി സ്കൂളിൽ പോയ ദിവസങ്ങളുടെ ഒരു ഓർമ്മയും കാണില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവരെക്കാളൊക്കെ എത്രയോ അധിക നേരം താൻ ഉറങ്ങുന്നുണ്ട് എന്ന തോന്നൽ അവനിൽ ശക്തമായത്. ചുരുക്കത്തിൽ ബാല്യകൗമാരങ്ങളിൽ സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുള്ള ദുരന്തങ്ങൾ, അത് കാരണം ട്രിഗറായിട്ടുള്ള മാനസികമായിട്ടുള്ള അപഭ്രംശങ്ങൾ, രണ്ടാനച്ഛനിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള ശാരീരികവും ലൈംഗികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ, ഇതെല്ലാം ചേർന്ന് ബില്ലി മില്ലിഗന്റെ മനസ്സിൽ ഒന്നിനു പിന്നാലെ ഒന്നായി പല പല വ്യക്തിത്വങ്ങൾ ഉണർന്നു പ്രവർത്തിക്കാൻ കാരണമായി. അക്കൂട്ടത്തിൽ ഷോൺ, ആർതർ എന്നീ വ്യക്തിത്വങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. കുറെ കൂടി മുതിരുമ്പോൾ റാഗൻ വഡസ്കോവിനിച്ച് എന്നൊരു യുഗോസ്ലാവിയൻ യുവാവിൻ്റെ വ്യക്തിത്വം അവനിൽ മാനിഫെസ്റ്റ് ചെയ്യും. സ്ലാവിക് ആക്സെൻറ്റോടെ ഇംഗ്ലീഷ് പറയുന്ന, സെർബോ ക്രൊയേഷ്യൻ ഭാഷയിൽ എഴുതാനും വായിക്കാനും ഒക്കെ അറിയുന്ന അയാൾക്ക് ആയുധങ്ങളിലും സ്ഫോടക വസ്തുക്കളിലും ആയോധന കലകളിലുമൊക്കെ പ്രാവീണ്യമുണ്ട്. അസാമാന്യമായിട്ടുള്ള കായിക ശക്തിക്ക് ഉടമയായിട്ടുള്ള റാഗൻ പൊതുവെ കുടുംബത്തെ, വിശേഷിച്ച് സ്ത്രീകളെ സംരക്ഷിക്കുന്ന കൂട്ടത്തിലാണ്. അപകടം നടത്താൽ ഉടനെ ബില്ലിയെ ഡോർമെൻ്റ് ആക്കിക്കൊണ്ട് റാഗൻ രംഗത്ത് വരും. ബില്ലിയെ കൊണ്ട് കൊള്ള, തെരുവിലെ പോരാട്ടങ്ങൾ, ഇതൊക്കെയും ചെയ്യിക്കുന്നത് ഈ റാഗൻ എന്ന ഓൾട്ടർ ഈഗോയാണ്. അതുപോലെ അലൻ എന്നൊരു ആൾട്ടർ ഈഗോയാണ് അയാളെ കൊണ്ട് തട്ടിപ്പുകൾ ചെയ്യിക്കുന്നത്. ടോമി എന്നൊരു എസ്കേപ്പ് ആർട്ടിസ്റ്റ് ഓൾട്ടർ ഈഗോ കൂടി അയാൾക്കുണ്ട്. ഈ ടോമിയുടെ സഹായത്തോടെയാണ് പലയിടത്തു നിന്നും ബില്ലി രക്ഷപ്പെട്ട് കടന്നിട്ടുള്ളത്. അതിനു പുറമെ ഫിലിപ്പ് എന്നൊരു അക്രമി, കെവിൻ എന്ന കൗശലക്കാരനായിട്ടുള്ള ഗൂഢാലോചനക്കാരൻ, സാമുവൽ എന്ന ജൂതൻ എന്നിങ്ങനെ ആകെ 24 അപര വ്യക്തിത്വങ്ങൾ ബില്ലിയിൽ പിന്നീട് അങ്ങോട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിൽ അഡലാന എന്നു പേരുള്ള ഒരു ലെസ്ബിയൻ സ്ത്രീ അഥവാ ഓൾട്ടർ ഈഗോ വളരെ പ്രധാനമാണ്. അഡലാന കാര്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്ത അവസരങ്ങളിലാണ് ബലാത്സംഗം പോലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഈ 24 അപര വ്യക്തിത്വങ്ങൾ ബില്ലി മില്ലിഗന്റെ മനസ്സിൽ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന സംഘർഷങ്ങളെക്കുറിച്ച് ഡാനിയൽ കേസിന്റെ പുസ്തകത്തിൽ വിശദമായി വർണ്ണിക്കുന്നുണ്ട്. അത് ഓരോന്നായിട്ട് വിശദീകരിച്ച് പറയണമെങ്കിൽ വല്ലാത്തൊരു കഥയുടെ ഈ ലക്കം മതിയാവില്ല. ബില്ലിയുടെ കൗമാരകാലത്തേക്ക് തിരികെ പോവുകയാണെങ്കിൽ ഈ അപരവ്യക്തിത്വങ്ങൾ തമ്മിൽ അരങ്ങേറിയ നിരന്തര സംഘർഷങ്ങളുടെ പേരിൽ അവൻ 15-ാം വയസ്സിൽ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. അതേ മാസം തന്നെ അവൻ ടൗണിലെ കൊളംബസ് സ്റ്റേറ്റ് ഹോസ്പിറ്റലിൻ്റെ സൈക്കാട്രി വിങ്ങിലും അഡ്മിറ്റ് ചെയ്യപ്പെടുന്നു. അവരവന് കടുത്ത ഹിസ്റ്ററിക്കൽ ന്യൂറോസിസ് ബാധിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തുന്നു. അവനിൽ കൺവേർഷൻ ഡിസോർഡറിൻ്റെയും ഡിസോസിയേറ്റീവ് ഡിസോർഡറിൻ്റെയും ലക്ഷണങ്ങളുള്ളതായും അതേ ആശുപത്രിയിലെ ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നു. ഏതാനും ആഴ്ചകൾ ആശുപത്രിയിൽ ചെലവിട്ട ശേഷം റിലീസ് ചെയ്യപ്പെടുന്ന ബില്ലിക്ക് തുടർ ചികിത്സ കൊടുക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും അതവൻ്റെ അച്ഛനമ്മമാർ ഉറപ്പുവരുത്തിയതിന് രേഖകളില്ല. തുടർന്നുള്ള കാലത്ത് അവൻ ചില പാർട്ട് ടൈം ജോലികളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ തൻ്റെ മോശം പെരുമാറ്റം കാരണം അവൻ പുറത്താക്കപ്പെടുന്നു. മുന്നോട്ട് പോകുന്തോറും ബില്ലി പുതിയ പുതിയ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നു. ഒരു ദിവസം അവനും അവൻ്റെ ഒരു സുഹൃത്തും കൂടി ഒരു പബ്ബിൽ ചെന്ന് 2 സ്ത്രീകളെ പിക്കപ്പ് ചെയ്ത് താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അടുത്ത ദിവസം ഈ സ്ത്രീകൾ പോലീസ് സ്റ്റേഷനിൽ ഈ 2 യുവാക്കൾക്കുമെതിരെ ബലാത്സംഗ പരാതി കൊടുക്കുന്നു. ഈ 2 പേരെയും ബലാത്സംഗം, ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തി അന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഈ 2 സ്ത്രീകളും സെക്സ് വർക്കേഴ്സ് ആണ് എന്നും പബ്ബിൽ നിന്ന് വീട്ടിൽ വന്ന ശേഷം അവരുമായിട്ട് സെക്സിൽ ഏർപ്പെടാൻ സാധിക്കാത്തതുകൊണ്ട് തങ്ങൾ അവർക്ക് പണം നൽകാൻ വിസമ്മതിച്ചുവെന്നും അതിൻ്റെ ദേഷ്യത്തിനാണ് ഇങ്ങനെ ഒരു പീഡന പരാതി തങ്ങൾക്കെതിരെ പോലീസിൽ നൽകിയിട്ടുള്ളത് എന്നും ബില്ലി കോടതിയിൽ വാദിച്ചു. എന്നാൽ ഈ വാദങ്ങൾ ജഡ്ജിക്ക് ബോധ്യപ്പെടാതിരുന്നതുകൊണ്ട് അവന് 6 മാസത്തെ തടവ് ശിക്ഷ കിട്ടുന്നു. എന്നാൽ ബില്ലി അപ്പോഴും മൈനർ ആയിരുന്നതുകൊണ്ട് ജയിലിന് പകരം അവരവനെ പറഞ്ഞു വിടുന്നത് ജുവനൈൽ ഡിറ്റൻഷൻ ക്യാമ്പിലേക്കാണ്. ഏതാണ്ട് ഈ സമയമായപ്പോഴേക്കും അവൻ്റെ അമ്മ ഡൊറോത്തി ഭർത്താവ് ഷാൽമറിൽ നിന്ന് വിവാഹമോചനം നേടിയിരുന്നു. പക്ഷെ അപ്പോഴേക്കും അയാളെക്കൊണ്ട് മകൻ ബില്ലിക്ക് ഉണ്ടാകേണ്ട ദ്രോഹമൊക്കെയും ഉണ്ടായി കഴിഞ്ഞിരുന്നു. ഈ തടവ് ശിക്ഷ അനുഭവിച്ച് പൂർത്തിയാക്കിയ ശേഷം പുറത്തിറങ്ങുന്ന ബില്ലി ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരൻ്റെ അംഗരക്ഷകനായി ജോലിക്ക് കയറുന്നു. ജുവനൈൽ ഹോമിൽ ചെലവിട്ട 6 മാസക്കാലം അവനൊരു ഹാർഡ് കോർ ക്രിമിനലാക്കി മാറ്റിയിരുന്നു.
ജോലി സമയം കഴിഞ്ഞ് കിട്ടുന്ന നേരം മുഴുവൻ അവൻ തെരുവിലേക്ക് ഇറങ്ങി തൻ്റെ വില്ലത്തരങ്ങൾ തുറന്നുപോയി. വഴിയിൽ കാണുന്നവരോട് വഴക്കിടൽ തന്നെ ആയിരുന്നു അക്കാലത്തെ അവൻ്റെ പ്രധാന വിനോദം. ഒരു ദിവസം ഇങ്ങനെ തെരുവിൽ വെച്ച് കണ്ടുമുട്ടിയ 2 ക്രോസ് ഡ്രസ്ഡ് ആയിട്ടുള്ള ക്യൂവേഴ്സിനെ അവൻ ആക്രമിച്ച് അവരുടെ പേഴ്സുകൾ കവരുന്നു. അടുത്ത വർഷം ആദ്യം അവനൊരു മെഡിക്കൽ ഷോപ്പിൽ അതിക്രമിച്ച് കയറി അവിടെ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ പേരിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, അതായത് തൻ്റെ 20-ാം വയസ്സിൽ ബില്ലി വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുന്നു. 2 വർഷത്തെ തടവ് ശിക്ഷയാണ് ഇത്തവണ കോടതി വിധിക്കുന്നത്. ഇത്തവണ മൈനർ അല്ലാതിരുന്നതുകൊണ്ട് ജുവനൈൽ ഹോമിലേക്ക് പറഞ്ഞയക്കുന്നതിന് പകരം കോടതി അവനെ ജയിലിലേക്ക് തന്നെയാണ് പറഞ്ഞുവിടുന്നത്. 1977 ഏപ്രിൽ ആയപ്പോഴേക്കും ബില്ലി മില്ലിഗൻ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു. അടുത്ത ഏതാനും മാസങ്ങൾ ബില്ലി കാര്യമായ പ്രശ്നങ്ങൾക്കൊന്നും പോകാതെ കഴിച്ചു കൂട്ടുന്നു. എന്നാൽ അച്ചടക്കത്തിൻ്റെ ആ ഇടവേള അല്പായുസായിരുന്നു. 1977 ഒക്ടോബർ 14-ാം തീയതി, അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ബില്ലിയുടെ മനസ്സിലെ റാഗൻ എന്ന യൂഗോസ്ലാവ് അക്രമി ഉണർന്നെഴുന്നേറ്റ ദിവസം. കണ്ണിൽ കാണുന്ന ആരെയും കൊള്ളയടിക്കാനുള്ള വല്ലാത്തൊരു ത്വര ഉള്ളിൽ കൊണ്ട് നടക്കുന്നവനാണ് റാഗൻ. കൊളംബസ് നഗരം കടന്ന് ജോഗ് ചെയ്തുകൊണ്ട് അയാൾ അന്ന് രാവിലെ 7:30 ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈസ്റ്റ് ബെൽമോണ്ട് പാർക്കിംഗ് ലോട്ടിലെത്തുന്നു. അപ്പോൾ അയാളുടെ മനസ്സിൽ വിശേഷിച്ച് പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും തരത്തിൽ മുന്നിൽ കിട്ടിയാൽ കൊള്ളയടിക്കണം. യൂണിവേഴ്സിറ്റിയുടെ മെഡിക്കൽ കോളേജിനും ഈ പാർക്കിംഗ് ലോട്ടിനും ഇടയിലുള്ള ഭാഗത്തായി അതിനു പറ്റിയ ആളെ തപ്പി നടക്കുകയായിരുന്ന അയാൾ കുറച്ച് അകലെയായി ഒരു ഗോൾഡൻ കളർ ടൊയോട്ട കാറിൽ ഒരു സ്ത്രീയെ കാണുന്നു. റാഗൻ കാര്യം ആൾ കൊള്ളക്കാരനൊക്കെ ആണെങ്കിലും പൊതുവെ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന കൂട്ടത്തിലല്ല. അയാൾ ആ സ്ത്രീയെ മൈൻഡ് ചെയ്യാതെ തനിക്ക് കൊള്ളയടിക്കാൻ പറ്റിയ മറ്റാരുണ്ട് എന്നോർത്ത് മുന്നോട്ട് നടക്കാൻ തുടങ്ങുകയായിരുന്നു. പക്ഷേ ബില്ലിയുടെ മനസ്സിൽ അപ്പോൾ റാഗിന് പുറമെ അടലാനയും ഉണർന്നിരിപ്പുണ്ടായിരുന്നു. സിറ്റിക്ക് കുറുകെയുള്ള സുദീർഘമായ ജോഗിങ്ങിൽ റാഗൻ തളർന്നിരിക്കുകയാണ് എന്ന് അടലാനയ്ക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ പതുക്കെ അയാളെ പറഞ്ഞുവിട്ട് ബില്ലിയുടെ മനസ്സിൻ്റെ പരിപൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ശേഷം ഡോർ പാതി തുറന്നു വെച്ച് കാറിൻ്റെ ഗ്ലൗ ബോക്സിൽ എന്തോ തിരഞ്ഞുകൊണ്ടിരുന്ന ആ യുവതിയുടെ നേർക്ക് നടന്നെടുക്കുന്നു. കാറിൻ്റെ അടുത്തെത്തിയതും അടലാന ഗ്ലൗസ് അണിഞ്ഞ കൈകൊണ്ട് പോക്കറ്റിൽ നിന്ന് റാഗിൻ്റെ കൈത്തോക്ക് പുറത്തെടുക്കുന്നു. അത് ആ സ്ത്രീയുടെ ദേഹത്ത് ചേർത്ത് അമർത്തിക്കൊണ്ട് പതുക്കെ അവരുടെ ചെവിയിൽ മന്ത്രിക്കുന്നു. ഒരക്ഷരം മിണ്ടാതെ കാറിൽ കയറിക്കോ, നമുക്കൊരു യാത്ര പോകാനുണ്ട്. അവരെ പാസഞ്ചർ സീറ്റിലേക്ക് തള്ളിക്കയറ്റി അടലാന അതിനിടയ്ക്ക് അവരിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞ താക്കോൽ ഉപയോഗിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് ചെന്ന ശേഷം ആളൊഴിഞ്ഞൊരിടത്ത് വെച്ച് അടലാന ആ പെൺകുട്ടിയുടെ കൈ കാറിൻ്റെ ഡോർ ഹാൻഡിലുമായി ചേർത്ത് ഒരു കൈവിലം കൊണ്ട് ബന്ധിക്കുന്നു. അതിനുശേഷം ആളൊഴിഞ്ഞൊരു കാടിനുള്ളിലേക്ക് ആ വാഹനം ഓടിച്ചു കയറ്റി അവിടെ വെച്ച് അവളെ ബലാത്സംഗം ചെയ്യുന്നു. ഏതു നിമിഷം വേണമെങ്കിലും മനസ്സിനുള്ളിലേക്ക് റാഗൻ തിരികെ വരാമെന്നും അയാൾക്ക് കൊടുക്കാൻ കുറച്ച് പണം കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് ദേഷ്യം വരുമെന്നും അടലാനയുടെ മനസ്സ് പറഞ്ഞു. പക്ഷേ ആ പെൺകുട്ടിയുടെ കയ്യിൽ അപ്പോഴും പണമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവളുടെ പേഴ്സിൽ നിന്ന് ചെക്ക് ബുക്ക് എടുത്ത് അവളെ കൊണ്ട് ഒരു ക്യാഷ് ചെക്ക് കൂടി എഴുതിക്കുന്നുണ്ട് അടലാന. ആ ചെക്കുമായി ഈ യുവതിയെ കൂട്ടി ബാങ്കിൽ ചെന്ന ശേഷം ചെക്ക് ക്യാഷ് ചെയ്ത് പുറത്തിറങ്ങി പുറത്തെ ആൾക്കൂട്ടത്തിലേക്ക് മറയുകയാണ് അയാൾ ചെയ്തത്. ഈ പെൺകുട്ടിയാണ് നമ്മൾ ഈ ലക്കത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ക്യാരി എന്ന ഓപ്റ്റോമെട്രി വിദ്യാർത്ഥിനി. തുടർന്നുള്ള ദിവസങ്ങളിലാണ് അയാൾ സമാനമായ രീതിയിൽ ഡോണ എന്ന നഴ്സിനെയും പോളി ന്യൂട്ടൺ എന്ന മറ്റൊരു വിദ്യാർത്ഥിനിയെയും തട്ടിക്കൊണ്ടുപോയി അവരെ റേപ്പിന് വിധേയരാക്കുന്നത്. ഈ 3 ബലാത്സംഗ കേസുകളുടെ പേരിൽ ബില്ലി മില്ലിഗൻ പിടിയിലായ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. 1977 ഒക്ടോബറിൽ നടന്ന ബില്ലി മില്ലിഗൻ്റെ അറസ്റ്റും അതിനെ തുടർന്ന് കോടതിയിൽ നടന്ന അയാളുടെ വിചാരണയും ക്രിമിനൽ ഹിസ്റ്ററിയിലെ തന്നെ ലാൻഡ്മാർക്ക് ഇവൻറ്റുകളിലൊന്നാണ്. ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി എന്ന സങ്കല്പത്തിൻ്റെ അന്നോളമുള്ള സകല നിർവചനങ്ങളെയും പൊളിച്ചെടുക്കുന്ന ഒന്നായി ഈ കേസിലെ വിധി മാറി. അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ ഇൻസാനിറ്റി എന്ന വകുപ്പിൽ ഒരു കുറ്റവാളി കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടുള്ള കേസുകളിൽ ലാൻഡ്മാർക്ക് എന്ന് കണക്കാക്കപ്പെടുന്ന ഏറെ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയ ഒരു വ്യവഹാരമാണത്. റേപ്പ്, കിഡ്നാപ്പിംഗ്, റോബറി തുടങ്ങിയ 3 കൗണ്ടുകളാണ് ബില്ലിക്ക് മേൽ പ്രാഥമികമായി ചുമത്തപ്പെട്ടത്. ബില്ലി മില്ലിഗന് വേണ്ടി അന്ന് കോടതിയിൽ ഹാജരായ ഗാരി ഷ്വെക്കൻഹാർട്ട്, ജൂഡി സ്റ്റീവൻസൺ എന്നിവർ ചേർന്ന് അയാളെ രക്ഷിക്കാൻ വേണ്ടി ഇൻസാനിറ്റി പ്ലീഡ് ചെയ്യുന്നു. അവർ ഉയർത്തിയ വാദമുഖം ഇങ്ങനെയായിരുന്നു: വില്യം എസ് മില്ലിഗൻ എന്ന ബില്ലി തങ്ങളുടെ കക്ഷി അദ്ദേഹത്തിനുമേൽ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ മനസ്സാവാച അറിഞ്ഞ് ചെയ്തതല്ല. അവൻ്റെ ഉള്ളിലെ 2 സ്പ്ലിറ്റ് പേഴ്സണാലിറ്റികളാണ് അവൻ്റെ ശരീരത്തെ കൊണ്ട് അത് ചെയ്യിച്ചത്. റേഗൻ എന്ന യൂഗോസ്ലാവിയൻ യുവാവാണ് ഇയാൾ ചെയ്തു കൂട്ടിയ കൊള്ളകളുടെ എല്ലാം സൂത്രധാരനും നടത്തിപ്പുകാരനും. ഇയാൾ ചെയ്ത ബലാത്സംഗങ്ങൾക്ക് ഉത്തരവാദി അടലാന എന്ന ലെസ്ബിയൻ സ്ത്രീയാണ്. ഈ 2 ക്രിമിനൽ പേഴ്സണാലിറ്റികളും ബില്ലി എന്ന കോർ വ്യക്തിയുടെ, അതായത് തങ്ങളുടെ ക്ലയൻറ്റിൻ്റെ അറിവോ സമ്മതമോ കൂടാതെ അയാളുടെ മനസ്സിലേക്ക് കടന്നു വന്ന് അയാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതാണ് എന്നാണ് അയാളുടെ അറ്റോർണികൾ വാദിച്ചത്. ക്രിമിനൽ ലോയിൽ മെൻസ് റിയ, ആക്ടസ് റിയോസ് എന്നിങ്ങനെ 2 സങ്കല്പങ്ങളുണ്ട്. ആദ്യത്തേത് ഒരു ഗിൽട്ടി മൈൻഡ് പ്രതിക്കുണ്ട് എന്ന തെളിയിക്കലാണ്. രണ്ടാമത്തേത് അയാൾ ആ ഗിൽട്ടി മൈൻഡ് കൊണ്ട് ഒരു ഗിൽട്ടി ആക്ട് പ്രവർത്തിച്ചു എന്ന് തെളിയിക്കലാണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് സംഭവിച്ചാൽ മാത്രമാണ് പ്രതി കുറ്റക്കാരനാണ് എന്ന് കോടതിക്ക് ബോധ്യം വരിക. തങ്ങളുടെ കക്ഷിയുടെ കോർ ക്യാരക്ടറായിട്ടുള്ള ബില്ലി എന്ന പേഴ്സണാലിറ്റി ഈ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സമയത്ത്
ആ ശരീരത്തിൽ സന്നിഹിതനല്ലായിരുന്നു. ബില്ലിയുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ നടന്നത് എന്നും അതുകൊണ്ട് തന്നെ ആ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനുള്ള ക്രിമിനൽ ഇന്റന്റ് തങ്ങളുടെ ക്ലയന്റിന് ഇല്ലായിരുന്നുവെന്നും പ്രതിഭാഗം വാദിച്ചു. ഏതാണ്ട് ഒരു വർഷത്തോളം നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ 1978 ഡിസംബർ 4 കോടതിയുടെ അനുകൂല വിധി വന്നു. നോട്ട് ഗിൽറ്റി ബൈ റീസൺ ഓഫ് ഇൻസാനിറ്റി. പ്രതിയുടെ മാനസിക നില തകരാറിലായിരുന്നതുകൊണ്ട് പ്രസ്തുത കുറ്റകൃത്യം അർഹിക്കുന്ന ശിക്ഷ അയാൾക്ക് നൽകാൻ നിർവാഹമില്ല എന്ന്. ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന രോഗം ഡയഗ്നോസ് ചെയ്യപ്പെട്ടതിൻ്റെ പേരിൽ ചെയ്ത കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെടാതെ പോകുന്ന അമേരിക്കൻ നീതിന്യായ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ പ്രതിയായി അതോടെ ബില്ലി മില്ലിഗൻ മാറി. അഭിഭാഷകരുടെ വാദങ്ങൾക്ക് കെട്ടുറപ്പ് നൽകിയത് ഈ കേസിൽ പോലീസുമായിട്ട് സഹകരിച്ച മനോരോഗ വിദഗ്ധരുടെ ഇടപെടൽ കൂടിയാണ്. ബില്ലി മില്ലിഗനെ അറസ്റ്റ് ചെയ്ത് അധികം വൈകാതെ തന്നെ സൈക്കോളജിസ്റ്റായ വില്ലിസ് സി ഡ്രിസ്കോൾ അയാൾ ഷിസോഫ്രീനിയ ബാധിതനാണ് എന്ന് സ്ഥിരീകരിച്ചു. ബില്ലിയെ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കിയ ഡൊറോത്തി ടേണർ എന്ന മറ്റൊരു സൈക്കോളജിസ്റ്റ് അയാളിൽ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡറും ഡയഗ്നോസ് ചെയ്തു. ഈ DID ഡയഗ്നോസിസ് പിന്നീട് ഡോക്ടർ കോർണേലിയ വിൽബറിനെ പോലെയുള്ള പ്രസിദ്ധരായിട്ടുള്ള സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകൾ അടങ്ങുന്ന ഒരു സംഘം കൂടുതൽ വിശദമായ പരിശോധനകൾ നടത്തി ഉറപ്പിക്കുന്നുണ്ട്. ബില്ലിയെ അവർ ഈ പരിശോധനകൾക്കിടയിൽ ഹിപ്നോട്ടിക് നിദ്രയിലാക്കി നിരീക്ഷിച്ചപ്പോൾ അതിൽ അയാളുടെ അഡലാന എന്ന വ്യക്തിത്വം പുറത്തു വന്ന് താൻ ചെയ്ത ബലാത്സംഗങ്ങൾ ഏറ്റുപറയുന്നുണ്ട്. സൈക്കാട്രി പാനൽ മാസങ്ങളോളം എടുത്തു നടത്തിയ തുടർ പരിശോധനകളിൽ ഒരു കാര്യം കോടതിക്ക് വ്യക്തമായി. ബില്ലി മില്ലിഗൻ തനിക്കുണ്ടെന്ന് പറയുന്ന അപര വ്യക്തിത്വങ്ങളിലേക്ക് ട്രാൻസിഷൻ നടത്തുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ബിഹേവിയറൽ പാറ്റേൺ വളരെ കൺസിസ്റ്റന്റ് ആണ്. ഹിപ്നോട്ടിക് നിദ്രയിലും നിലനിൽക്കുന്ന സ്ഥിരത എന്നത് സാധാരണഗതിക്ക് അങ്ങനെയൊരു സംഗതി വ്യാജമായി നടിക്കുന്ന ഒരാൾക്ക് നിലനിർത്താൻ പറ്റുന്ന ഒന്നല്ല. ഈ ഒരു കൺസിസ്റ്റൻസിയും വിചാരണ വേളയിൽ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾക്ക് ബലം പകർന്നു. എന്നാൽ സൈക്കാട്രി പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ അലൻ ജെ ഫ്രാൻസിസിനെ പോലെയുള്ള ചിലർ ഈ വാദങ്ങളുടെ വസ്തുനിഷ്ഠത പൊതുമണ്ഡലത്തിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഡോക്ടർ വിൽബർ സിബിൽ എന്ന പുസ്തകത്തിന്റെയും സിനിമയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന സങ്കല്പത്തെ ഹൈപ്പ് ചെയ്തെടുക്കുകയായിരുന്നു എന്നായിരുന്നു ഡോക്ടർ ഫ്രാൻസിസിന്റെ അഭിപ്രായം. അങ്ങനെ ചെയ്തത് സത്യത്തിൽ ഈ സങ്കല്പം മുന്നോട്ട് വെച്ച് കോടതിയെ സ്വാധീനിച്ച് ബലാത്സംഗവും കൊള്ളയും കൊലപാതകവും അടക്കമുള്ള കുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ബില്ലി മില്ലിഗനെ പോലുള്ള കൊടിയ ക്രിമിനലുകളെ സഹായിച്ചിട്ടുണ്ടാകാമെന്നും അദ്ദേഹം പറഞ്ഞു. ജയിൽ ശിക്ഷയിൽ നിന്ന് മാത്രമേ കോടതി ബില്ലി മില്ലിഗനെ ഒഴിവാക്കിയുള്ളൂ. പകരം അയാളെ സർക്കാർ വക ചിത്തരോഗ ആശുപത്രികളിൽ തുടർച്ചയായ ചികിത്സകൾക്ക് വേണ്ടി പറഞ്ഞയച്ചു. ചിത്തഭ്രമം പൂർണ്ണമായും ഭേദപ്പെട്ട് മാനസികാരോഗ്യം പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ ബില്ലിയെ തിരിച്ച് സമൂഹത്തിലേക്ക് അയക്കാവൂ എന്നും കോടതി നിഷ്കർഷിച്ചു. ഈ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് വന്ന ശേഷം അമേരിക്കൻ കോടതികൾ സൈക്കോപാത്തുകൾ പ്രതികളായിട്ട് വരുന്ന കുറ്റകൃത്യങ്ങളെ കാണുന്ന രീതി തന്നെ മാറിപ്പോകുന്നുണ്ട്. ഒപ്പം അത് വലിയ അഭിപ്രായ ഭിന്നതകൾക്കും വിവാദങ്ങൾക്കും തിരികൊളുത്തുകയും ചെയ്തു. 3 യുവതികളെ നിർദാക്ഷിണ്യം ബലാത്സംഗം ചെയ്ത നിരവധി കൊലകൾക്കും വധശ്രമങ്ങൾക്കും വരെ ഉത്തരവാദിയായ ബില്ലി എന്ന കൊടും ക്രിമിനലിനെ അയാളും അയാളുടെ അഭിഭാഷകരും അയാളെ അനുകൂലിക്കുന്ന സൈക്കാട്രിസ്റ്റുകളുമൊക്കെ പറയുന്ന കെട്ടുകഥകൾ വിശ്വസിച്ച് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയ കോടതിയുടെ തീരുമാനത്തിനെതിരെ അന്ന് അമേരിക്കൻ സമൂഹത്തിൽ പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങളുണ്ടായി. ബില്ലി മില്ലിഗൻ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൈക്കോപാത്തും വിദഗ്ധനായ ഒരു തട്ടിപ്പുകാരനുമാണെന്നും ആളി പറയുന്ന മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ലീഗൽ ബെനിഫിറ്റിന് വേണ്ടി അഭിനയിക്കുകയാണ് എന്നുമൊക്കെ ചിലർ ആരോപിച്ചു. മറ്റു ചിലർ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന ഈ രോഗാവസ്ഥ തന്നെ വ്യാജമായ ഒന്നാണ് എന്ന് ആക്ഷേപിച്ചു. ഇതിനൊക്കെ പുറമെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ പറയുന്നത് ബില്ലി മരിക്കുന്നതിന് മുമ്പ് താൻ തന്റെ അനന്തരവളെ കൊന്നുകളഞ്ഞിട്ടുണ്ട് എന്നൊരു കുറ്റസമ്മതം പോലും നടത്തിയിരുന്നു എന്നാണ്. ഇങ്ങനെ കൊലപാതകം പോലുള്ള കുറ്റങ്ങൾക്കൊന്നും മാനസികമായ അപഭ്രംശങ്ങൾ കാരണമായിക്കൊണ്ട് ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകുന്നത് ശരിയല്ല എന്നൊരു വാദവും ഈ ഡോക്യുമെന്ററി പുറത്തു വന്ന ശേഷം ഉയർന്നു വന്നിരുന്നു. 1978 ഡിസംബറിൽ മനോരോഗ ആശുപത്രിയിൽ അടയ്ക്കപ്പെട്ട ശേഷമുള്ള ബില്ലി മില്ലിഗന്റെ ജീവിതം ഒഹയോവിലെ ഏതൻ സ്റ്റേറ്റ് ഹോസ്പിറ്റൽ പോലെയുള്ള പല മനോരോഗ ആശുപത്രികളിലായി അയാളെ പുനരുദ്ധരിപ്പിക്കാനുള്ള പരിശ്രമങ്ങളിലായി അയാൾ ഒന്നിലധികം തവണ രക്ഷപ്പെട്ടോടാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങളിലായി അങ്ങനെ ചെലവഴിച്ചു പോയ ഒന്നാണ്. അതിനിടയിൽ എന്നോ ഇയാളൊരു ആത്മഹത്യാ ശ്രമം നടത്തിയതോടെ അധികൃതർ ഇയാളെ ലിമ സ്റ്റേറ്റ് ഹോസ്പിറ്റലിലെ അതീവ സുരക്ഷാ സെല്ലിൽ പൂട്ടിയിടുന്നു. ഒടുവിൽ 1988 ബില്ലി മില്ലിഗൻ സ്വതന്ത്രനായി സമൂഹത്തിലേക്ക് തിരികെ പറഞ്ഞു വിടപ്പെട്ടു. 1991 വരെ പിന്നെയും അയാൾ മാനസിക രോഗാശുപത്രികളിൽ ചികിത്സയിലായിരുന്നു. 96 അയാൾ എന്റർടൈൻമെന്റ് ഫീൽഡിൽ ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ പോലും ശ്രമിച്ച് പരാജയപ്പെടുന്നുണ്ട്. 2012 ബില്ലി മില്ലിഗന് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നു. പക്ഷെ ഒരു തരത്തിലുള്ള ചികിത്സകളും തനിക്ക് നൽകാൻ അയാൾ അനുവദിച്ചില്ല. 2 വർഷത്തോളം കാലം രോഗവുമായിട്ട് മല്ലിട്ടൊടുവിൽ 2014 ഡിസംബർ 12 തന്റെ 59 വയസ്സിൽ ബില്ലി മില്ലിഗൻ മരണത്തിന് കീഴടങ്ങി. ബില്ലി മില്ലിഗൻ കേസിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇന്നും കെട്ടടങ്ങിയിട്ടില്ല. മെന്റൽ ഹെൽത്തും ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റവും തമ്മിൽ കെട്ടുപിണഞ്ഞ അപൂർവ ചരിത്ര സന്ധികളിൽ ഒന്നാണ് ഈ കേസ്.
ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന രോഗാവസ്ഥയുടെ പേരിൽ ബില്ലി മില്ലിഗൻ പ്രവർത്തിച്ച കുറ്റങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അയാളെ ഒഴിവാക്കിയ കോടതി നടപടി ഈ രോഗത്തോടുള്ള സമൂഹത്തിന് അന്നോളമുള്ള സമീപനത്തെ തന്നെ തിരുത്തി എഴുതി. ബില്ലി മില്ലിഗൻ്റേത് തലയ്ക്കുള്ളിൽ 24 വ്യക്തിത്വങ്ങളും പേര് നടന്ന ഒരു മനുഷ്യൻ്റെ കഥ മാത്രമല്ല, അത് നീതിന്യായ വ്യവസ്ഥയെയും മനോരോഗ ചികിത്സാ ശാസ്ത്രത്തെയും നേർക്കുനേർ നിർത്തി ഉത്തരം കിട്ടാൻ പ്രയാസമുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ച ഒരു നിർണായക സന്ധി കൂടിയായിരുന്നു. ഒരു വ്യക്തിയുടെ മനസ്സിൽ അയാളെ കൊണ്ട് പല കാലങ്ങളിൽ പല പ്രവൃത്തികൾ ചെയ്യിക്കുന്ന പല വ്യക്തിത്വങ്ങൾ ഉണ്ടാവുക സാധ്യമാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ തൻ്റെ ആൾട്ടർ ഈഗോ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തിക്ക് ഒട്ടും ധാരണയില്ലാതിരിക്കുന്ന അവസ്ഥയുണ്ടാകുമോ? അങ്ങനെ ഒരു അവസ്ഥ യാഥാർത്ഥ്യമാണ് എങ്കിൽ ആൾട്ടർ ഈഗോ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ആ വ്യക്തി ഉത്തരവാദിയാകുമോ? അതിൻ്റെ പേരിൽ അയാളെ ശിക്ഷിക്കുന്നത് ന്യായമാണോ? എന്തായാലും ഈ ഒരു കേസിലെ നോട്ട് ഗിൽറ്റി ബൈ റീസൺ ഓഫ് ഇൻസാനിറ്റി എന്ന കോടതി വിധിയോടെയാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് അന്ന് വിളിക്കപ്പെട്ടിരുന്ന, ഇന്ന് ആധുനിക മനഃശാസ്ത്രം ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്ന ഈ രോഗാവസ്ഥ ഏതെങ്കിലും ഒരു ക്രിമിനൽ കുറ്റത്തിനുള്ള ലീഗൽ ഡിഫൻസായി മാറുന്നത്. മോഡേൺ സൈക്കാട്രിയുടെ ലോകം ഇന്നും ഈ ചോദ്യത്തിൻ്റെ പേരിൽ രണ്ടു പക്ഷത്താണ്. ബില്ലിയുടെ അവസ്ഥയെ ചിലർ ട്രോമ ഇൻഡ്യൂസ്ഡ് ഡിസോസിയേഷൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് കേസ് എന്ന് വിളിച്ചപ്പോൾ മറ്റു ചിലർ അതിനെ വിശേഷിപ്പിച്ചത് കോർട്ട് റൂം തിയേറ്ററിക്സിനു വേണ്ടി വളച്ചൊടിക്കപ്പെട്ട, ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട മനഃശാസ്ത്ര സങ്കല്പമെന്നാണ്. ബില്ലി മില്ലിഗൻ കേസിലെ വിചാരണയും വിധിപ്രസ്താവവും എല്ലാം കഴിഞ്ഞിട്ടും, പ്രതി മരിച്ച് മണ്ണോട് ചേർന്നിട്ടും ഇന്നും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ്: യഥാർത്ഥത്തിൽ ആരായിരുന്നു ബില്ലി മില്ലിഗൻ? പല കഷ്ണങ്ങളായി ചിതറിപ്പോയ സ്വന്തം മനസ്സ് നിരന്തരം ഏൽപ്പിച്ചുകൊണ്ടിരുന്ന പീഡനങ്ങളുടെ ഇരയോ, അതോ മനഃശാസ്ത്രത്തെ കൂട്ടുപിടിച്ച് മാലോകരെ എല്ലാവരെയും ഒരുപോലെ കബളിപ്പിച്ചു കളഞ്ഞ ഒരു കൊടും ക്രിമിനലോ? നിർഭാഗ്യവശാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നും നമുക്ക് മുന്നിലില്ല. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.